ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ചെൽസിക്കാരന്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റ് ആയ ബ്ലൂ ബോയ്സ് ഓഫ് വെസ്റ്റ് ലണ്ടൻ. ഇത് ദിസ് വിൽ ബി മൈ ഷോ. അപ്പോ എന്റെ ഡെബ്യൂ ആണ്. നമ്മുടെ എല്ലാവരുടെയും എന്താ പറയാ, ഡെബ്യൂ ആണ്. ഡെബ്യൂ മിസ്റ്റേക്സ് ഹാപ്പൻ. എക്സാമ്പിൾ ബാക്കയോക്കോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. And welcome to the stream, Ajit, Shyam, and Jittu. Very glad to, which one very സന്തോഷം. And Jittu, thank you for the jersey. സ്ട്രേറ്റ് നമ്മളുടെ ലണ്ടനിൽ നിന്ന് ജേഴ്സി എത്തിച്ചിരിക്കുകയാണ് ജിത്തു. സോ താങ്ക് യു ഫോർ ദാറ്റ്. ജേഴ്സിയുടെ ഡെബ്യൂ ആണ് ഷോയില്. സോ യാ, സ്ട്രേറ്റ് അവേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. തുടങ്ങുന്ന ടോപ്പിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് ടു ദ വ്യൂവേഴ്സ് ഐ ജസ്റ്റ് എന്താ പറയുക, ഈ ഷോ എന്തിനെ പറ്റിയിട്ടാണെന്ന് പറയാം. ഇറ്റ്സ് ജസ്റ്റ് ഓണസ്റ്റ് ഒപ്പീനിയൻസ് ആൻഡ് വൈബ്സ് ഓഫ് ദ ഫാൻ ബേസ്. എന്താണ് ഇപ്പൊ സംഭവം? ചെൽസി ഈസ് നെവർ അവേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്, ഒരു കളി കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി, ഇനി ഒരു കളി വരാനായിട്ട് ഒരുപാട് നാളുണ്ട്. ബട്ട് ദ ഡ്രാമ സ്റ്റിൽ ഗോയിങ് ഓൺ അറ്റ് ചെൽസി ഫുട്ബോൾ ക്ലബ്. അപ്പോൾ there's never a എന്താ പറയാ ഡൾ മൊമെന്റ് ഫോർ എ ചെൽസി ഫാൻ. സോ വി ആർ നെവർ ഷോർട്ട് ഓഫ് കണ്ടന്റ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഇപ്പൊ ഈ സീസണിന്റെ ഇത്രയും കളികൾ കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മുടെ ഫാൻസിന്റെ ഇടയിലുള്ള വൈബ്, വാട്ട്സ് ദ ജനറൽ ഫീലിംഗ് ആൻഡ് വാട്ട് ഡു വി ഫീൽ അബൌട്ട് സർട്ടൻ സ്റ്റഫ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് അവേ ഇൻ ടു ദ പോയിന്റ്. ഞാൻ കുറച്ച് നാളായിട്ട് ഗ്രൂപ്പ്സിലും ഇപ്പോൾ ജിത്തുവിനെ കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടപ്പോഴും പറഞ്ഞൊരു ഒരു പോയിന്റ് ഉണ്ട്, ദാറ്റ് ഇപ്പോഴത്തെ ചെൽസി ടീമില് ഇറ്റ്സ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട് ടു റിലേറ്റ് ടു സർട്ടൻ പീപ്പിൾ, സർട്ടൻ പ്ലെയേഴ്സ്, മാനേജർ. മൊത്തത്തിൽ നമ്മുടെ ടീം ഒരു വലിയൊരു റീബിൽഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വാസ് ഓൾസോ പ്രിറ്റി ഡ്രാസ്റ്റിക്. ഈ പറഞ്ഞ പോലെ മേജർ പൊസിഷൻസിലേക്ക് വന്ന് കളിക്കുന്നത് പല പല ക്ലബിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലെജൻസ് ആണ്. ഇപ്പോ അറ്റാക്കിൽ വി ആർ റിലയന്റ് ഓൺ റഹീം സ്റ്റേർലിംഗ്, ഹൂ ഇസ് ഔട്ട്റൈറ്റ്ലി എ സിറ്റി ലെജൻഡ്. നമുക്ക് അതിൽ യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ സെന്റർ ബാക്കിനെ ബോൾസ്റ്റർ ചെയ്യാൻ വന്നത് കലിഡു കൂലിബാലിയാണ്. നാപ്പോളി എവർ പ്രസന്റ്. വെൻ എവർ വി തിങ്ക് ഓഫ് കൂലിബാലി, ഇറ്റ്സ് ഓൾവേസ് നാപ്പോളി. അപ്പോ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, മേജർ പൊസിഷൻസിലേക്ക് വന്ന് ചേർന്ന ആൾക്കാരെല്ലാവരും അവരവരുടെ ക്ലബ്സിൽ നിന്ന് വന്ന ലെജൻസ് ആണ്. പോരാത്തതിന് നമ്മുടെ മാനേജ്മെന്റ് എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒപ്പം ടൂക്കൽ സാക്കായി പോട്ടർ വരുന്നു. അപ്പോ അജിത്, ഡു യു തിങ്ക് there is an identity crisis within the fans? Do you as a fan feel a little distant? Because I personally feel a distant right now with the club, and I don't think it's a bad thing. It's a very normal. We're all humans, emotions ഒക്കെ എല്ലാവരുടെയും varied ആണ്. But do you think there is an identity problem with Chelsea right now? To a certain extent ഞാൻ അഗ്രി ചെയ്യുന്നു. കുറച്ച് ഒരു എസ്പെഷ്യലി ബിക്കോസ് പുതിയ പ്ലേയേഴ്സ് കുറെ പേര് വന്നത്, we feel like they haven't played much football at Chelsea. അപ്പോ സ്റ്റേർലിംഗ്, ഫോർ എക്സാമ്പിൾ, സ്റ്റേർലിംഗ് 2 ഗോൾ അടിച്ചു. അതില് ഫസ്റ്റ് ഗോൾ വാസ് എ വെരി സൂപ്പർ ഗോൾ. ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു അഗെയിൻസ്റ്റ് ലെസ്റ്റർ. ആൻഡ് ദ സെക്കൻഡ് ഗോൾ അടിച്ചപ്പോ ഇറ്റ് റിമൈൻഡഡ് us of Lukaku scoring the goal against Arsenal. പക്ഷെ ആ സെയിം ഫീൽ കിട്ടുന്നുണ്ടായിരുന്നില്ല ബിക്കോസ് ഇറ്റ്സ് സ്റ്റേർലിംഗ്. വി ആർ ലൈക്ക് ഓക്കെ, സ്റ്റേർലിംഗ് he scored for us. Again, സിറ്റി ലെജൻഡ് ആണ്. സോ ആ ചെൽസി ബ്ലൂവിൽ കൂടുതൽ നമ്മൾ കണ്ടുവരുമ്പോഴേ നമുക്കത് വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ് ആൻഡ് വിൽ സ്റ്റാർട്ട് ടു ആക്സെപ്റ്റ് ഇറ്റ്. ഈവൻ കുക്കറല്ല ആൻഡ് ചിൽവെൽ, ഇപ്പൊ നമ്മളിപ്പോ ഡിബേറ്റ് പറയുന്നുണ്ട്, കുക്കറല്ല ചിൽവെ, ഹൂസ് ദ ബെറ്റർ ലെഫ്റ്റ് വിങ് ബാക്ക്, ഹൂസ് ദ ബെറ്റർ ലെഫ്റ്റ് സെന്റർ ബാക്ക്. അങ്ങനെ ചോദിക്കുമ്പോഴും നമ്മളെപ്പോഴും വി ഹാവ് മോർ അറ്റാച്ച്മെന്റ് ടുവേർഡ്സ് ചിൽവെൽ. കാരണം ചിൽവെൽ കുറെ കളിച്ചിട്ടുണ്ട്, വി ഹാവ് സീൻ ലോട്ട് മോർ ആൻഡ് വി ഫീൽ ലോട്ട് മോർ അറ്റാച്ച്ഡ് ടു ഹിം. Chilwell is a Chelsea blue. At least in our minds. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും there are many old players like Mason Mount. Mason Mount നാളത്തെ കളിയിൽ if there is a game tomorrow and he scores, we'll be like, yeah, Mason Mount is back, even though he's not back. അപ്പോ എന്നാലും ലൈക്ക് ദർ ഇസ് എ സ്റ്റിൽ വി ഹാവ് ഒരു അറ്റാച്ച്മെന്റ് ഇപ്പോഴും ഉണ്ട് ചെൽസിയിൽ. പക്ഷെ ഐ ഡു അഗ്രി ദർ ഇസ് സ്ലൈറ്റ് ഡിസ്റ്റൻസ്, മെയിൻലി ബിക്കോസ് നമ്മുടെ ഓണേഴ്സിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് വിത്തിൻ 1 month ഒരു സാക്കിങ് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ സ്പെൻഡിങ് ദാറ്റ് മച്ച് മണി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ഈവൻ റോമൻ വുഡൻ ഡു. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഇസ് ലൈക്ക്, അങ്ങനെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ സ്മോൾ ഡിസ്റ്റൻസ് I feel.
ലെറ്റ്സ് നോട്ട് ഇപ്പൊ തന്നെ നമുക്ക് ആ സാക്കിങ്ങിലേക്ക് പോകണ്ട. ദാറ്റ് ഇസ് എ ഫ്യൂച്ചർ ടോപ്പിക് ഇൻ ദ പോഡ്കാസ്റ്റ്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അജിത്ത് ജസ്റ്റ് ടച്ച് ചെയ്തു ദാറ്റ് ഇഫ് മേസൺ മൗണ്ട് സ്റ്റാർട്ട്സ് പെർഫോമിങ് ഈ ഒരു പ്രശ്നം ഒരുപാട് പരിഹരിക്കപ്പെടും എന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ശ്യാം, ഡു യു തിങ്ക് നമ്മളുടെ ഓൾറെഡി പറഞ്ഞ ചെൽസി ബ്ലൂ ട്രൂ ബ്ലൂ പ്ലേയേഴ്സ് ആർ അണ്ടർ പെർഫോമിങ് ആൻഡ് ദാറ്റ് ഇസ് അനദർ റീസൺ ഈ പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാനായിട്ട്? ബിക്കോസ് വെൻ സ്റ്റേർലിംഗ് സ്കോർസ് ഐ എം ലൈക്ക് ഓക്കെ, വെൽ ഡൺ, നല്ല കാര്യം. ബട്ട് ഇഫ് ദ സെയിം ഗോൾ മേസൺ മൗണ്ട് അല്ലെങ്കിൽ കായ് ഹാവേർട്സ് അല്ലെങ്കിൽ നമ്മളുടെ വേറെ ആരടിച്ചാലും പോട്ടെ, ജോർജിനോ അടിച്ചാൽ പോലും നമ്മൾ യെസ് ലെറ്റ്സ് ഗോ ചെൽസി എന്നുള്ള ആ ഒരു ഫീല് വരും. ഇപ്പൊ എന്തോ ഡു യു തിങ്ക് ദാറ്റ്സ് അനദർ റീസൺ നമ്മളുടെ എസ്റ്റാബ്ലിഷ് പ്ലേയേഴ്സ് ഓർ ദ പ്ലേയേഴ്സ് ദാറ്റ് ഹാവ് ബീൻ ബിൻ വിത്ത് us ഫോർ എ ഫ്യൂ സീസൺസ് അവർ അണ്ടർ പെർഫോം ചെയ്യണ കൊണ്ടിട്ടാണെന്ന്? അതെ അതെ, ബിക്കോസ് ഡെഫിനറ്റ്ലി എനിക്ക് നമുക്ക് എന്താ പറയുക, ഒരു റിലേറ്റബിലിറ്റി ഒരു ഇഷ്യൂ ഉണ്ട്. ബിക്കോസ് നമ്മൾ ചെൽസിനെ കണ്ട് തുടങ്ങിയപ്പോൾ ഒരു കോർ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അല്ലെ. 2000s ഒരു കോർ ഉണ്ടായിട്ടുണ്ട്, 2010s ഒരു കോർ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ആ കോർ നമുക്കൊരു ഫീൽ ആവണല്ലോ. ബിക്കോസ് ഇത് ആക്ച്വലി ഒരു എന്താ പറയുക 3-4-5 years ആയിട്ട് ട്രാൻസിഷൻ ഉള്ള ഒരു ടീമാണ് ആക്ച്വലി ഇൻ എഫക്ട്, ഇഫ് യു ആസ്ക് മീ. അതുകൊണ്ട് നമുക്ക് പിന്നെ ആസ് യു സെഡ് സ്റ്റേർലിംഗിന്റെ കേസ് പറയുകയാണെങ്കിൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി റൈറ്റ്. ബിക്കോസ് സ്റ്റേർലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാൻ സിറ്റി ലെജൻഡ് എന്ന് പറഞ്ഞാൽ അത് സിറ്റി ഫാൻസിനോട് ചോദിക്കണം. ബട്ട് സ്റ്റിൽ ഹീസ് ബീൻ പ്ലേയിങ് ഫോർ ലിവർപൂൾ ആൻഡ് സിറ്റി. സോ നമുക്ക് ആ റിലേറ്റബിലിറ്റി ഫാക്ടർ എപ്പോഴും ഉണ്ടാവും. ഐ തിങ്ക് വിൽ ടേക്ക് സം ടൈം ടു ആക്ച്വലി ഒരു സ്റ്റേർലിംഗ് ആയിട്ട് കുറച്ചും കൂടി ഒരു വാം അപ്പ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ബട്ട് റിഗാർഡിങ് മേസൺ മൗണ്ട് റീസ് ജെയിംസ്, ഇപ്പൊ ഞാൻ കളി കണ്ടപ്പം എനിക്ക് ഐ മീൻ ആസ് യു ഗൈസ് നോ, ഐ ഹാഡ് ദ ലക്ക് ടു ആക്ച്വലി ഫോർച്യൂൺ ടു സീ ദ ഗെയിം അറ്റ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ്. അപ്പം നമ്മുടെ ലോക്കൽ പ്ലേയേഴ്സ്, നമ്മുടെ അക്കാഡമി പ്ലേയേഴ്സ് പിച്ചിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പം, സ്കോർ ചെയ്യുമ്പോൾ, പെർഫോം ചെയ്യുമ്പം അതിന്റെ അത്ര ഒരു എന്താ പറയുക, ആ ഒരു ലൈക്ക് ഒരു വൈബ് അല്ലെങ്കിൽ ക്രൗഡിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അതാണ് ഏറ്റവും മാക്സിമം ആക്ച്വലി. ദാറ്റ്സ് റീസൺ വൈ ഐ തിങ്ക് ഒരു ഫോറിൻ പ്ലെയറിനെക്കാട്ടിലും, അല്ലെങ്കിൽ ഇവൻ സ്റ്റേർലിംഗ് ഇംഗ്ലീഷ് ആണ്, ഇവനെ പ്ലെയർ ഫ്രം ഡിഫറെന്റ് ക്ലബ്ബ് വന്ന് പെർഫോം ചെയ്ത് എന്താണ് പറയുക, ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ഫോർ ദി ടീം, ഐ മീൻ ഫോർ ദ ഫാൻസ് ടു വാം അപ്പ് ടു ഹിം. അൺലെസ് ഇഫ് ഇറ്റ്സ് സമൺ ഹു ഒരു സ്റ്റാർട്ടിങ് തന്നെ പുള്ളി എന്താ പറയുക ഈ സെറ്റ്സ് ദ ബോൾ റണ്ണിങ് ഓർ വാട്ട് എവർ. ബട്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് ആ ഒരു ഇതുണ്ടാവും, ഒരു കണക്ടിവിറ്റി കൂടുതൽ എപ്പോഴും നമ്മുടെ ഒരു അക്കാഡമി പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഹോം ഗ്രൗണ്ട് പ്ലേയേഴ്സിനോടായിരിക്കും ഡെഫിനറ്റ്ലി. ആബ്സല്യൂട്ട്ലി. ആൻഡ് അത് പറയുമ്പോൾ തന്നെ ജിത്തു, യു ഓൾസോ ബിൻ ടു സ്റ്റാംഫോർഡ് ബ്രിഡ്ജ്. അപ്പോ ഹീസ് വൺ ഓഫ് അവർ ഓൺ എന്നുള്ള ചാന്റ് അതാണ് ഐ തിങ്ക് എല്ലാ പ്ലെയറിനും കേൾക്കാൻ ഏറ്റവും താല്പര്യമുള്ള. ഐ മീൻ ദേ പ്ലേ ഫോർ ദാറ്റ് ചാന്റ്. അപ്പോ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഡു യു സീ? ഡു യു തിങ്ക് ദേർസ് ഗോണ ബി എ ചേഞ്ച്? കാരണം ദീസ് അറ്റാക്കേഴ്സ് ഹാവ് ടു പെർഫോം, അല്ലെങ്കിൽ നമ്മളുടെ ഈ എസ്റ്റാബ്ലിഷ് ചെൽസി പ്ലേയേഴ്സ് അവര് പെർഫോം ചെയ്യുന്ന സമയം ആയി കഴിഞ്ഞിരിക്കുന്നു. ഡു യു തിങ്ക് ദാറ്റ്സ് സപ്പോസ് happen anytime soon? കിട്ടിയോ? ഹലോ ഹലോ, പറഞ്ഞോ, കേക്കാം കറക്റ്റായി. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യോ? എനിക്ക് കേട്ടില്ല ഒന്നും. എന്റെ കണക്ഷൻ വേറൊന്നുമല്ല, ഞാൻ ചോദിച്ചത് ഹീസ് വൺ ഓഫ് അവർ ഓൺ എന്ന ആ ചാണ്ടിന്റെ പവർ, അതിനുവേണ്ടിയല്ലേ നമ്മളുടെ പ്ലേയേഴ്സ് എല്ലാരും കളിക്കേണ്ടത്? ഡെഫിനറ്റ്ലി. ബട്ട് ഇപ്പൊ ഈ പറഞ്ഞ ലൈക്ക് കുറച്ച് പോയിന്റ്സ്, ലൈക്ക് സ്റ്റേർലിംഗ് എന്നൊക്കെ പറയാൻ നമ്മള് സ്കോർ ചെയ്ത് കണ്ട് പരിചയമൊക്കെ ആയുള്ള ഒരു പ്ലെയർ, ലൈക്ക് ഓൾറെഡി ക്വാളിറ്റി പ്ലേയേഴ്സ് ആണ്. മേസൺ മൗണ്ട് ഇസ് ലൈക്ക് വൺ ഓഫ് അവർ ഓൺ, റീസ് ജെയിംസ് വൺ ഓഫ് അവർ ഓൺ. അപ്പൊ നമ്മള് ലൈക്ക് ഡിസ്കവർ ചെയ്ത ഒരു ടാലൻസിനെ പോലെയാണ് നമ്മൾ കാണുന്നത് ഇവരെ ഒക്കെ. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പ്ലെയർ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് വരുമ്പോ നമുക്ക് അത്രയും ഒരു ലൈക്ക് പാഷനും ലൈക്ക് പ്രൗഡും അങ്ങനെ ഒരു ഇതായിരിക്കും അങ്ങനത്തെ ഒരു പ്ലേയേഴ്സിനോട്. സ്റ്റേർലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി ലൈക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയി ലൈക്ക് പീക്കിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആണ്. അങ്ങനെ വന്ന് ഗോൾ അടിക്കുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു ലൈക്ക് ഇത്രേ ഉള്ളൂ, അവൻ ഇത്രേ ഉള്ളൂ, ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ പുള്ളി അത് ഒരു പുതിയതായിട്ട് ഒരു കാര്യം ചെയ്യുമല്ല, പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിൽ സെറ്റ് വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലൈക്ക് ഒരു ഗെയിം ഹാർഡ് കോർ ചെൽസി ഫാൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ എനിക്കാണെങ്കിൽ കൂടുതൽ ഒരു റീസ് ജെയിംസ് ഒരു തണ്ടർ ബോൾട്ട് അടിക്കുവാണെങ്കിൽ ആ കിട്ടുന്ന ഒരു പാഷൻ അതൊരു വേറെ ലെവലാണ്. ഓബിയസ്ലി നമ്മുടെ
ബ്ലൂ ജേഴ്സി ഇടുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എനിക്കും സ്റ്റേർലിംഗ് നല്ലൊരു ക്വാളിറ്റി പ്ലെയർ ആണ്. ഇപ്പൊ നമ്മള് അറ്റാക്കിങ്ങിലും ഇപ്പൊ മാക്സിമം ഔട്ട്പുട്ട് തരുന്ന സ്റ്റേർലിംഗ് ആണ് ഒബ്വിയസ്ലി. അപ്പൊ അങ്ങനെ ഒരു അപ്പോ സ്റ്റേർലിംഗിന്റെ ഔട്ട്പുട്ടും ഈ പറഞ്ഞ പോലെ ജിത്തുവിന്റെ പോയിന്റിലെ ബ്ലൂ ജേഴ്സി ഇട്ട് കളിക്കുന്ന എല്ലാരെയും സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഹെബ്ബാർ ഇവിടെ അന്നത്തെ ദിവസത്തെ വൈബ് അനുസരിച്ച് ട്വിറ്റർ ആക്ടിവേറ്റും ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്. സോ ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഹെബ്ബാറിനായിരിക്കും. ഡു യു ഫീൽ എ ലിറ്റിൽ ഡിസ്റ്റന്റ് ഫ്രം ദ കറന്റ് ചെൽസി ടീം മൊത്തത്തില് റിലേറ്റബിലിറ്റി ഫാക്ടറിൽ? ഇല്ല, ഇപ്പൊ റിലേറ്റബിലിറ്റി വിത്ത് ടീം ഒരിക്കലും പോയിട്ടില്ല. സ്റ്റിൽ എത്ര വൃത്തിയുടെ കളിയാണെങ്കിലും നമ്മൾ എല്ലാവരും ഐ തിങ്ക് വിൽ സിറ്റ് ആൻഡ് വാച്ച് ദാറ്റ് എൻറ്റയർ 90. ചെൽസി ഈസ് എ ഹ്യൂജ് പാർട്ട് ഓഫ് അവർ ലൈഫ്സ്. പക്ഷെ ഹൗ ദ ഫാൻ ബേസ് റിയാക്ട്, ചില കളികൾ കഴിഞ്ഞിട്ട് നമുക്ക് ട്വിറ്റർ തുറക്കുന്നതിന് മുന്നേ തന്നെ അറിയാം ആരൊക്കെ എങ്ങനെയൊക്കെ തെറി വിളിക്കുന്നുണ്ടാവും എന്നുള്ളത്. വിച്ച് ഇസ് നോട്ട് സംതിങ് നമ്മൾ ആരും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെ ഐ തിങ്ക് സ്റ്റെപ്പിംഗ് അവേ ഫ്രം ട്വിറ്റർ മേക്സ് മോർ സെൻസ്. കളിയിനിടെ നമ്മൾ പകുതി സമയം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും അഭിപ്രായം കാണുമ്പോൾ നമ്മുടെയും മൈൻഡ് ആ വഴിക്ക് പോവാണ്. അയ്യോ ഇപ്പൊ മോശമായിരുന്നോ. അപ്പൊ ഐ സ്റ്റോപ്ഡ് എൻജോയിങ് ഗെയിംസ് ബിക്കോസ് ഓഫ് ദാറ്റ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി കുറച്ചു കാലത്തിനുള്ളിൽ ആ ടീം സ്റ്റാർട്ട്സ് പെർഫോമിംഗ് ഒക്കെ. അതാണ് മാൻ സിറ്റി ഫാൻസിന്റെ ഒക്കെ അവസ്ഥ കണ്ടറിയാം. എല്ലാ ആഴ്ച ആഘോഷമാണ്. നമ്മൾ ആഘോഷിച്ചിരുന്ന ഒരു കാലത്ത് അപ്പൊ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്ന തന്നെ പ്രതീക്ഷിക്കും. എക്സാക്ട്ലി. ഐ തിങ്ക് ഈ ഐഡന്റിറ്റി ഇഷ്യൂസ് ഒക്കെ ഐ മീൻ ടു എ പോയിന്റ് നമ്മളെല്ലാവരും നല്ല സ്പോയിൽഡ് ആണ്. ഐ തിങ്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ ചെൽസിയുടെ ആ ഗോൾഡൻ ഏജിൽ ഫാൻസ് ആയവരാണ്. സോ വെൻ വി ഫീൽ എ ലിറ്റിൽ ബിറ്റ് ടീം അണ്ടർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അയ്യോ വെള്ളം കോരി ഒഴിക്കാൻ തീ കത്തണമെന്ന് പറയുന്ന ടൈപ്പ് ഒരു ഫാൻ ബേസ് ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് തോക്കണ്ട എങ്ങനെയാണെന്ന് അറിയില്ലാത്തൊരു ഫാൻ ബേസ് ആണ്. സോ മൂവിങ് ഓൺ ടു അനദർ ഹോട്ട് ടോപ്പിക്, വാട്ട് ഡു എനിബഡി ഓഫ് us know about this guy called ക്രിസ്റ്റോഫ് ഫ്രോയിൻഡ്? ആരാണ് ഇയാൾ? എന്താണ് ഇയാൾ? എന്താണ് ഇത്ര ഈ എന്താ പറയാ മറ്റേ ഫുട്ബോൾ ഏജൻസ് ആയ ഫെബ്രീസോ റൊമാനോ, ഡേവിഡ് ഓൺസ്റ്റീൻ, ദേ ആർ ഓൾ ഗെറ്റിംഗ് ഇൻ ടു ദ ടോപ്പിക്. അപ്പോ എന്നു മുതലാണ് ഒരു എന്താ പറയാ ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ഒരു കോച്ച് അല്ലാത്ത ഒരാളൊക്കെ എങ്ങനെയാണ് ഈ മാർക്കറ്റിൽ ഇത്രയും വലിയൊരു ഇഷ്യൂ ആയി മാറിയത്? അജിത്, ഡു യു നോ or anybody, it's open to the entire forum, any more information that we already do not know about this guy? I think പുള്ളിയായിരുന്നില്ലേ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്ന during the UCL game. So it looks very likely that he's going to join. കൂടുതൽ എനിക്ക് അറിയില്ല. I just know that he's എന്താണ് റിക്രൂട്ട്മെന്റിന്റെ ആളാണെന്ന് തോന്നുന്നു. I think someone else should take this. പ്രോപ്പർ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ആണ് പുള്ളിയുടെ ഒരു എന്താ പറയാ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്ന പോകുന്ന കാര്യങ്ങൾ. ആൻഡ് യെസ്, ഹീസ് മോർ ഇൻ ടു റിക്രൂട്ട്മെന്റ്. എനി മോർ ഇൻഫർമേഷൻ ഹെബാർ? ക്രിസ്റ്റോഫ് ഫ്രോയിന്റെ പേര് വന്നതും ഐ തിങ്ക് കപ്പിൾ ഓഫ് പീപ്പിൾ ഹൂസ് ഒപ്പീനിയൻസ് റൈറ്റ്. CFC സെൻട്രൽ വാസ് വെരി എക്സൈറ്റഡ്. അടിപൊളി ആളെ വരുന്ന. പിന്നെ ഒരു മൾട്ടി ക്ലബ് ശരത്തപ്പാപ്പത് ഇപ്പൊ മാറ്റിയിട്ട് വരുന്നു ക്യാമറ ഓഫ് ചെയ്തിട്ട്. മറ്റേ ക്രിസ്റ്റോഫ് ഫ്രോയിന്റ് പറഞ്ഞ പോലെ തന്നെ ഐ തിങ്ക് ഒരു ഡേറ്റാ ബേസ്ഡ് സൈനിങ്സ് നടത്തുന്ന ഒരാളാണ്. ഐ തിങ്ക് ഈസ് അൺകവേർഡ് മൾട്ടിപ്പിൾ പ്ലേയേഴ്സ്. ഹാലൻഡ്, മിനാമിനോ ഹൂ വാസ് എ ഗ്രേറ്റ് പ്ലെയർ പക്ഷെ ക്ലിക്ക് ആയില്ല ലിവർപൂൾ. വേറെ ഐ തിങ്ക് സാഡിയോ മാനേനും വാസ് ഫ്രം സാൽസ്ബർഗ്. മൾട്ടിപ്പിൾ അതർ പ്ലേയേഴ്സ്. അപ്പൊ സാഡിയോ മാനെ, ഉപ്പമക്കാനും ഇപ്പൊ എസ്പെഷ്യലി ഐ തിങ്ക് ബയറിനെ ബുണ്ടസ്ലീഗ കാണുന്ന ഒരു വിൽ നോ. ബാർസനായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് കളിയിൽ ഐ തിങ്ക് ഹി വാസ് വൺ ഓഫ് ദെയർ ബെസ്റ്റ് പ്ലേയേഴ്സ്. പിന്നെ ചെൽസിയിൽ പൊതുവെ നമ്മൾ എല്ലാവരും കാര്യമെന്നാണ് എന്ത് കണ്ടിട്ടാ ചിലവർ വാങ്ങിയത് എന്ന് പീപ്പിൾ സ്റ്റിൽ കാൻ ഫിഗർ ഔട്ട് ബൈ ദോ സൈനിങ്സ് വർ മെയ്ഡ്. അപ്പോൾ ഒരു മൾട്ടി ക്ലബ് സ്ട്രക്ചർ എന്നൊക്കെ പറയുമ്പോൾ someone with experience coming in, everyone was excited. പക്ഷെ ഇപ്പോൾ ഐ തിങ്ക് സൈമൺ ഫിലിപ്സ് ഇസ് റിപ്പോർട്ടിംഗ് കോൺട്രാക്ട് വാസ് ഓൾമോസ്റ്റ് സൈൻഡ്. പക്ഷേ സാൽസ്ബർഗിന് എന്തോ പെട്ടെന്ന് ദേ വാണ്ട് മോർ മണി ഓർ ദേ വർ ഏബിൾ ടു കൺവിൻസ് ഫ്രോയിഡ് ടു സ്റ്റേ. അപ്പോൾ അത് നടക്കും. ഇപ്പോൾ ചാൻസസ് ഓഫ് ദാറ്റ് ഹാപ്പനിങ് ഐദർ നൗ ഓർ ലേറ്റർ വളരെ കുറവാണ്. മൈക്കിൾ എഡ്വേർഡ്സ് അഗൈൻ, ചാൻസസ് ഓഫ് ഹിം കമ്മിങ്. ആ മൂപ്പർക്ക് ഒരു ബ്രേക്ക് കിട്ടിയാലേ പറ്റൂ. ലിവർപൂളിൽ ഇരുന്ന് ബേൺ ഔട്ട് ആയി പോയോ. സോ നെയിംസ് വി ആർ ഹിയറിംഗ് നൗ ആർ ഐദർ പോൾ മിച്ചൽ, ഇല്ലെങ്കിൽ there's a guy from ബ്രെൻഫോർഡ്. ആളുടെ പേര് ഞാൻ എപ്പോഴും മറന്നു പോകുന്നുണ്ട്. ബ്രെൻഫോർഡ് അഗൈൻ വെരി വെൽ റൺ ക്ലബ്, ഒരു മണി ബോൾ സീനിൽ നടക്കുന്ന ക്ലബ്ബാണ്. ഈവൻ ഇഫ് ഹി കംസ് ഇൻ, ഗുഡ് ടൈംസ്. ഐ തിങ്ക് ഈ ഒരു കാര്യം ഇപ്പോ we've touched about ബോളീസ് മൾട്ടി ക്ലബ് മോഡൽ. അപ്പൊ അതിലേക്ക് കൂടുതൽ പോകുന്നതിന് മുമ്പ് ആക്ച്വലി നമ്മുടെ ഈ സ്ട്രീം തുടങ്ങിയപ്പോൾ വന്ന കുറച്ച് കമന്റ്സ് വാസ് അബൌട്ട് എന്താ പറയാ കൗബോയ്സ് FC, ലണ്ടൻ കൗബോയ്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ
സെൽഫ് ട്രോളുകൾ തന്നെ വരുന്നുണ്ട്. അതിനോടൊക്കെ നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോ ഫസ്റ്റ് കണ്ടൊരു മെസ്സേജ് അതായിരുന്നു നമ്മളുടെ ഗ്രൂപ്പിൽ. അപ്പൊ അതിനോട് തന്നെ നമ്മൾ പറഞ്ഞു, നമ്മളുടെ എനിത്തിങ് വി കൻ മേക്ക് ഫൺ ഓഫ് എനിത്തിങ്, ബട്ട് ഡോണ്ട് മെസ് വിത്ത് ക്ലബ് ബാഡ്ജസ്, ഡോണ്ട് മെസ് വിത്ത് നമ്മളുടെ ഐഡന്റിറ്റി, നമ്മളുടെ ഹെറിറ്റേജ് ആയ കുറച്ച് സാധനങ്ങളുണ്ട്, അതിനൊക്കെ അതിന്റെ രീതിയിൽ തന്നെ വെക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ആൻഡ് എന്തൊക്കെയോ മഞ്ഞപ്പത്രത്തിൽ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും വായിച്ചെന്ന് പറഞ്ഞ് it's not sensible to do stuff like that. And ഒരു അത്യാവശ്യം വെൽ ഇൻഫോംഡ് ഫാൻ ആണെങ്കിൽ അറിയാം, ഇപ്പൊ ശ്യാമിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ്. ആ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് പിച്ചിൽ കളിക്കുന്ന ടീമിന് മാത്രമേ ചെൽസി FC എന്ന് ആ റൈറ്റ് ഉള്ളൂ. അപ്പോ അങ്ങനത്തെ കുറച്ച് സ്റ്റാറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ട് ഈ ഫുട്ബോളിലൊക്കെ. ചെൽസിയുടെ ഒരു ജസ്റ്റ് എന്താ പറയാ, ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോഡേൺ സെറ്റപ്പിലാണ് ചെൽസി. വെസ്റ്റ് ലണ്ടനിൽ ഭയങ്കര പോഷാണ്. പക്ഷേ ഇറ്റ്സ് വൺ ഓഫ് ദ ഓൺലി ഫ്യൂ ക്ലബ്സ് വിച്ച് മെയിൻറ്റെയിൻ ഇറ്റ്സ് ഒറിജിനൽ നെയിം ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്റ്റേഡിയംസ് ഇൻ ഇംഗ്ലണ്ട്. അപ്പം അത് ലൈക്ക് കുറെ റൈവൽ ഫാൻസിന് മനസ്സിലാവല്ലേ. ഇപ്പം നമ്മൾ ചെൽസി എന്താ പറയാ, കുറെ ആൾക്കാർ ട്രോൾ ചെയ്യും, ലൈക്ക് റോബൻ അബ്രാമോവിച്ച് മേടിച്ച ശേഷമാണ് ഇതായ മറ്റേതായ സമ്മതിച്ചു. പക്ഷെ എന്നാലും ഇത് മാൻ സിറ്റി എത്തിഹാഡ് സ്റ്റേഡിയം അല്ലെങ്കിൽ ആർസണൽ എമിറേറ്റ്സ് സ്റ്റേഡിയം എന്തൊക്കെ ചേഞ്ചസ് ആണ്. പക്ഷേ നമ്മളിപ്പോഴും സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ആയിട്ടാണ് our stadium is known, and we are still known by Chelsea, and that is, I don't think that anyone would, even Boli endu parnal etra changes kondanal, he wouldn't mess with that identity, because that's what resonates with the fans. And even if he wants to mess with it, it's not possible. ചെൽസി FC എന്നുള്ള പേര് ഉപയോഗിക്കാനായിട്ട് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ കളിക്കുന്ന ടീമിനെ പറ്റുള്ളൂ. അത് നമ്മുടെ പിച്ച് ഓണേഴ്സ് അങ്ങനെയാണ് സ്റ്റാറ്റ്യൂട്ട്സ് എഴുതി വെച്ചിരിക്കുന്നത്. ദിസ് വാസ് എ ടോപ്പിക് പഴയ ഫാൻസിന് അറിയായിരിക്കും, വെൻ റോമൻ അബ്രാമോവിച്ച് വാണ്ടഡ് ടു ഷിഫ്റ്റ് ദ ചെൽസി ഹോം സ്റ്റേഡിയം ടു ബാറ്റർസി പാർക്ക്. അത് തെംസിന്റെ താഴെയുള്ള ഒരു സ്റ്റേഡിയം ആയിട്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പിച്ച് ഓണേഴ്സ് ആക്ച്വലി ഇറങ്ങി പ്രതിഷേധിച്ച ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ കുറച്ചും കൂടി ചിന്തിക്കുക, ആൻഡ് ബിഫോർ യു സ്റ്റാർട്ട് മെസ്സിങ് വിത്ത് ദ ക്ലബ് ബാഡ്ജ് ആലോചിക്കുക നമ്മൾ ഇതിനോട് എന്തോരം റെസ്പെക്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുറത്ത് കൊണ്ടുവന്ന് പശുവിനെയും കഴുതേനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നണല്ല, എനിക്ക് നല്ല ദേഷ്യം വരും. അപ്പോ യെസ്, മൂവിങ് ഓൺ ടു സീരിയസ് ടോപ്പിക്സ്, ബോലീസ് വിഷൻ അത് നമ്മൾ ശരിക്കും എടുത്തു പറയണം. ടോം സ്റ്റക്ക് ആയി തോന്നുന്നു. ഒരു എന്റെ നെറ്റ് ചെറിയ കേൾക്കണ്ടോ? ടോം സ്റ്റക്ക് ആയതാണ്. നമുക്ക് 4 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ തോന്നുന്നു. സോ ഐ തിങ്ക് ടോം പറഞ്ഞു വന്നത് തന്നെ തോന്നുന്നു. ടോഡ് ബോളീസ് വിഷൻ കുറെ പേര് കളിയാക്കുന്നുണ്ട്. ഓൾ സ്റ്റാർ ഗെയിം ഒക്കെ പറഞ്ഞ ഒരു അമേരിക്കനൈസേഷൻ ഓഫ് ഫുട്ബോൾ ആണ് എന്നുള്ളത്. സോ അജിത് ബ്രോ, യുവർ തോട്ട്സ്? ഒരു ഓൾ സ്റ്റാർ ഗെയിം വുഡന്റ് ബി ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഇപ്പൊ നല്ലപോലെ പൈസ ഉണ്ടാക്കുന്ന ഒരു സ്കീമാണ് ഇൻ ദ US. ഇവിടെ വരുന്നതിൽ താല്പര്യമുണ്ടോ? യെസ്, ബട്ട് ഐ എം നോട്ട് ഷുവർ എക്സാക്ട്ലി എന്താണ് മോഡൽ. ലൈക്ക് ഓൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് നോർത്ത് വേഴ്സസ് സൗത്ത്, നോർത്തിലൊരു ലീഗ് സൗത്തിലൊരു ലീഗ്, ആൻഡ് ദേ കമ്പീറ്റ് അഗൈൻസ്റ്റ് ഈച്ച് അതർ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, പുള്ളി ഒരു തോട്ട് മാത്രമേ ഇട്ടുള്ളൂ. ബാസ്കറ്റ്ബോൾ അതെ, ഐ തിങ്ക് ഹി ജസ്റ്റ് പുട്ട് എ തോട്ട് ദാറ്റ് നോർത്ത്, അപ്പോൾ അതൊരു കോൺസെപ്റ്റോട്ട് ഡെവലപ്പ് ഒന്നും ചെയ്തില്ല. വാട്ട് ബോലി സെഡ് വാസ്, ഐ തിങ്ക് നമ്മളിങ്ങനെ NBA ചെയ്യണ പോലെ we can have an all star like a north or south. അപ്പം നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് വേഴ്സസ് സൗത്ത് ഓഫ് ഇംഗ്ലണ്ട്. അപ്പം മാൻ സിറ്റി, ലിവർപൂൾ, ന്യൂകാസിൽ എല്ലാവരും നോർത്തിലും പിന്നെ സൗത്തിലും നമ്മൾ ലണ്ടൻ ക്ലബ്സും എല്ലാവരും വരും. അപ്പം അതൊരു വൺ ഓഫ് ആയിട്ടായിരിക്കും ഉദ്ദേശിച്ചത്. Again, that is also something that has created a lot of controversy. ആൾ ഇന്റർവ്യൂവിൽ പറഞ്ഞു വന്നത് നല്ല രീതിക്ക് തന്നെയാണ് പറഞ്ഞത്. അതായത് ഇപ്പോ പൈസ ഫ്രം വേറെ ലീഗിലൊക്കെ, US ലീഗിലൊക്കെ കുറച്ചും കൂടി ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ് ആണ്, TV റൈറ്റ്സും ബാക്കിയുള്ളതും. പ്രീമിയർ ലീഗ് വരുമ്പോൾ ഐ തിങ്ക് ദ ടോപ്പ് ക്ലബ്സ് മേക്ക് എ ടൺ ഓഫ് മണി. ബാക്കി ചാമ്പ്യൻഷിപ്പിലോട്ട് പോകുമ്പോൾ ദാറ്റ് ഇസ് എ ഹ്യൂജ് ഡ്രോപ്പ് ഓഫ്. അപ്പോൾ ആള് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇവന്റിൽ നിന്നും ദ മണി യു ആർ മേക്കിംഗ് സ്പ്രെഡ് ഇറ്റ് ഈക്വലി അക്രോസ് ഓൾ 4 ലീഗ്സ്, എല്ലാവർക്കും ഒരു ഗുണമാവട്ടെ എന്ന്. ആൻഡ് ടോം ബ്രോസ് ബാക്ക്. സോറി ഗൈസ്, എന്റെ ഷോയിൽ നിന്ന് ഞാൻ തന്നെ കിക്ക് ഔട്ട് ആയി പോയി, ഇന്റർനെറ്റ് പ്രോബ്ലംസ്. അപ്പോ ഐ തിങ്ക് വി വർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഈ ബോലിയുടെ ആ ഒരു ഇന്റർവ്യൂ, അന്നുണ്ടായ സംഭവങ്ങൾ ആൻഡ് അതിലെ നല്ല കാര്യങ്ങൾ, ട്രോൾ മെറ്റീരിയൽസ് അല്ല. പുള്ളി തന്നെ പറഞ്ഞു ദാറ്റ് ദേ ആർ നോട്ട് ഫുട്ബോൾ പീപ്പിൾ, ബട്ട് ദേ ആർ, അവർക്ക് ആൾക്കാരെ ഹയർ ചെയ്യാൻ അറിയാം. അവർ ദേ വിൽ ജസ്റ്റ് ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ ആൻഡ് എംപ്ലോയ് ദം ആൻഡ് മേക്ക് ദം ഡു ദ വർക്ക്.
അപ്പോൾ ജിത്തു, ഡു യു തിങ്ക് ഗോയിങ് ഫോർവേഡ് ഈ പറഞ്ഞ പോലെ ഒരു മൾട്ടി ഫുട്ബോൾ ക്ലബ് മോഡലാണോ ഈ പറഞ്ഞ ഒരു ഫ്യൂച്ചർ? കാരണം കോട്ട് ചെയ്തെടുത്ത് പറഞ്ഞ കാര്യങ്ങൾ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പും റെഡ് ബുൾ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോ അവര് ഈ പറഞ്ഞ പോലെ ഒരു സക്സസ് നേടിയിട്ടുണ്ടെങ്കിൽ ഡു യു തിങ്ക് ദാറ്റ്സ് ദി ഓൺലി വേ, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തായിരിക്കാം? Like I wouldn't say that it's the only way, but then our model is highly successful. അതാണ് ഇവർ ഈ രണ്ട് ഗ്രൂപ്പും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു ഫീഡർ ക്ലബായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ലോണിലേക്ക് വേറെ സ്വന്തം ക്ലബിലേക്ക് തന്നെ വിടാം, ആ ടാലൻസ് ലൂസ് ചെയ്യില്ല. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ മോഡൽ ഒരു സക്സസ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ടു ആൻ എക്സ്റ്റെന്റ് കുറച്ച് ടൈം എടുക്കും നമുക്ക് ആ ഒരു മോഡൽ ഇംപ്ലിമെന്റ് ചെയ്ത് പറയാം. ഇപ്പൊ സിറ്റി തന്നെ കുറച്ച് ടൈം എടുത്തു. ഇപ്പൊ ടോട്ട് ബോളി ഇസ് ലൈക്ക് സോ ഫാസ്റ്റ്, നമ്മൾ വിചാരിക്കണേലും ലൈക്ക് ഫാസ്റ്റ് ഹീസ് മൂവിങ് തിങ്സ്. ഇപ്പൊ ചെൽസിയിൽ വന്നിട്ട് ലൈക്ക് ഹാർഡ്ലി ഒരു 3-4 months ആയിട്ടുണ്ട്. ലൈക്ക് ഹി ഹാസ് ഡൺ എ ലോട്ട് ഓഫ് തിങ്സ്. ഈ ക്രിറ്റിസിസം ഇസ് വൺ തിങ്, യാ ഹി ഹാസ് സാക്ക് ടൂക്കൽ, അത് കുറെ ചെൽസി ഫാൻസിന് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ദെൻ വി ഹാവ് ടു ലൈക്ക് ലുക്ക് ടു ദ ഗുഡ് തിങ്സ് ദാറ്റ് ഹി ഹാസ് ഡൺ ഫോർ ദ ക്ലബ്. ലൈക്ക് വേറെ ഓണേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹി ഹാസ് ഡൺ ലോട്ട് ഓഫ്, ഈവൻ ടൂക്കൽ വരെ പുള്ളിനെ ഒരു വർക്കിനെ പ്രൈസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഹി ഡസൻ ഈവൻ ഐ ഡോണ്ട് നോ when he sleeps during these transfer days. അങ്ങനെ ഒരു എഫേർട്ട് ഇട്ടാണ് പുള്ളി വർക്ക് ചെയ്യണത്. അപ്പൊ അങ്ങനത്തെ ലൈക്ക് എഫേർട്സ് ഒന്നും നമ്മൾ കാണാതെ പോകരുത്. ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ വെച്ച് നമ്മുടെ ഫാൻസ് തന്നെ പുള്ളിയെ സ്ലേറ്റ് ചെയ്യണ ഒരു ഇതാണ് കണ്ടുവരുന്നത്. നമ്മളെപ്പോഴും ലൈക്ക് ഈ ഓണറിന്റെ ഒരു പ്രപ്പോസിഷൻ ആണ് ഇത്. ലൈക്ക് ഹി ഹാസ് സം കൈൻഡ് ഓഫ് ഐഡിയാസ് ദാറ്റ് ഈസ് ലൈക്ക് പ്രിറ്റി എവിഡന്റ് ഫ്രം വാട്ട് ഈസ് ഡൂയിങ്. അപ്പോ നമ്മള് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് പുള്ളിയുടെ ഒരു ഹിസ്റ്ററി വെച്ച് ഇപ്പൊ ആ ബേസ്ബോൾ ടീമില് ഒരു 7 years ആയി ഇപ്പൊ മാനേജർ പുള്ളി സ്റ്റിക്ക് ഓൺ ചെയ്യണം. പുള്ളിയുടെ ഐഡിയാസ് പുള്ളി ക്ലിയർലി പറഞ്ഞായിരുന്നു. ഓൺ ദ പിച്ചും ഓഫ് ദ പിച്ചും ഒരേപോലെ ഇൻപുട്സ് തരാൻ പറ്റുന്ന ഒരു കോച്ചിനെയാണ് പുള്ളി നോക്കണത്. മേ ബി ടൂക്കലായിട്ട് സിങ്ക് ആയി പോയിണ്ടാവില്ല. ബിഹൈൻഡ് ദ സീൻസ് എന്താണ് നടന്നതെന്ന് നമുക്കറിയില്ല. We are not sure. ചുമ്മാ നമ്മൾ ഓണറിനെ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. We have to support him. അത് പറയുമ്പോഴാണ് we are not sure what happens behind the scenes. അപ്പോ അതില് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. There are unconfirmed reports saying that Tuchel had to be paid 21.5 million in compensation. Ajit, what does that show about the ambitions of the club? കാരണം 21.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I think Chelsea history then I don't think there's been a higher compensation package paid out to a outgoing coach. Appo athrakkum like nammada if it's my way or the highway ennu parayuna attitude, does that show ambition or does that show ivarikkonnu ariyan palatha alkarana? What do you think? At the time of the sacking ഇവർക്കൊന്നും അറിയില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ ലിസണിങ് ടു ഓൾ both the sides of the story and looking at ബോലിയുടെ റീസെന്റ് ഇന്റർവ്യൂവിലും ബോലി പറയണ്ടായിരുന്നു ടൂക്കൽസ് വിഷൻ ആൻഡ് ഹിസ് വിഷൻ വാസ് നോട്ട് മാച്ചിങ്. അപ്പൊ ആ ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ദർ ഇസ് ഓൺലി വൺ വേ ദർ, കോച്ച് ഹാസ് ടു ഗോ. കാരണം എന്തായാലും ഓണേഴ്സ് നമുക്ക് വേണ്ട ഈ ക്ലബ് എന്ന് പറഞ്ഞിട്ട് പോകില്ലല്ലോ. they have just come to the club, they have made the investments, and Tuchel is a proper football coach. He doesn't like to involve in other things. And Potter is probably he would want to contribute more. And പുള്ളിയുടെ ഇന്റർവ്യൂവിലും പറയണ്ടായിരുന്നു പുള്ളി I think he will be he will അവരെന്തായാലും പോട്ടറിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അത് ബിഹൈൻഡ് ദ സീൻസ് എന്തായാലും അഗ്രിമെന്റ് വന്നിട്ടുണ്ടാവും. So definitely that might have been there. And another thing I would like to add to the നേരത്തെ പറഞ്ഞ മൾട്ടി മോഡലില് ബോലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്ലബ്സിന്റെ സക്സസ് പറഞ്ഞു, സിറ്റിയും RB-യുടെയും സക്സസിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലബ്സ് he wants to control the uncontrollables. That is ലോണിന് പറഞ്ഞു വിടുമ്പോൾ പ്ലെയേഴ്സിനെ കൂടുതൽ ഒബ്സർവ് ചെയ്യണം, അവരുടെ ഡെവലപ്മെന്റിനെ just we can't leave the players to other clubs for their development. We want to observe them and make sure that they are on the right track.
ആൻഡ് പിന്നെ അവർ ഓൺ ദ ലെവൽ സെയിം ലെവൽ ആണെങ്കിൽ തിരിച്ച് ചെൽസിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. So that is something that is very interesting. കാരണം if you look at it, I would definitely agree with what Jittu said. അവർക്ക് നല്ലോണം വിഷൻ ഉണ്ട്. അവർ ജസ്റ്റ് ഫുട്ബോൾ ക്ലബിൽ മേടിച്ചിട്ടല്ല, ഫ്രം വാട്ട് ദേ ഹാവ് ബീൻ ഡൂയിങ് ഇൻ ദ ലാസ്റ്റ് 3-4 months അവർ നല്ലോണം ചെയ്തിട്ടുണ്ട്, വർക്ക് നല്ലോണം ചെയ്തിട്ടുണ്ട്, നല്ല പ്ലാനിങ്ങും ഉണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ദർ ഇസ് എ പ്ലാൻ. And that is the reason why Potter is here and Tuchel is sacked. And the കോമ്പൻസേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് കെൽസിയുടെ കാര്യത്തിൽ അത് പുത്തരിയല്ല, കുറച്ച് കൂടുതലാണ് കോമ്പൻസേഷൻ. പിന്നെ പോട്ടറിന് കൊടുക്കുന്ന സാലറിയും കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബിഗ് ഹെഫ്റ്റി എമൗണ്ട് ആണ്. പക്ഷെ അഗെയിൻ ഇറ്റ് ഇസ് എ വൺ ടൈം തിങ്. ഇഫ് പോട്ടർ ഇസ് ടു സ്റ്റേ ഫോർ എ ഫ്യൂ ഇയേഴ്സ്, ദാറ്റ് ഇസ് എ ബിഗ് ഇഫ്, ബട്ട് ഹോപ്പ്ഫുള്ളി ദാറ്റ് ഇസ് ദ കേസ്. സ്റ്റേയിങ് വിത്ത് ദി ഇപ്പോഴും ഓണേഴ്സിന്റെ ആ ടോപ്പിക്കിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ. ശ്യാം ബ്രോ, ഈ പറഞ്ഞ പോലെ അജിത്ത് പറഞ്ഞ പോലെ ഇറ്റ് ലുക്സ് ലൈക്ക് ദേ ഹാവ് എ പ്ലാൻ ആൻഡ് ഈ പറഞ്ഞ പോലെ ഓക്കെ ലെറ്റ്സ് ഡു ദിസ് ഫസ്റ്റ്, ലെറ്റ്സ് ഡു ദാറ്റ്, ലെറ്റ്സ് ഡു ദിസ്, ലെറ്റ്സ് കീപ് ഗോയിങ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ ദേവ് സൈൻഡ് എ ഹോൾ ബഞ്ച് ഓഫ് ന്യൂ കിഡ്സ്. ഈ പറഞ്ഞ അണ്ടർ 18s തന്നെയുള്ള കുറെ ഹൈലി റേറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. And they are still looking at, South American market, they're looking at Portuguese market, they're looking at Belgian markets to nurture these people. Ajit പറഞ്ഞ പോലെ to control the uncontrollables, the amount of minutes they play while on loan. അപ്പോൾ ആ വക പ്ലാൻ എല്ലാം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കണം. അപ്പോൾ ഡു യു തിങ്ക് ഈ പറഞ്ഞ പോലെ യൂത്ത് ഡെവലപ്മെന്റ് ആയിരുന്നു? കുറെ പേര് പറയുന്നു ടൂക്കൽ വാണ്ടഡ് ലൈക്ക് സ്ട്രേറ്റ് ഫോർവേഡ് സൊല്യൂഷൻസ്, പക്ഷെ ഈ പറഞ്ഞ നമ്മളുടെ ഓണേഴ്സ് സോ അനദർ വേ. അപ്പോൾ ഡു യു തിങ്ക് വി ആർ ടു മച്ച് ഇൻവെസ്റ്റഡ് ഇൻ ടു ദ യൂത്ത് സിസ്റ്റം അറ്റ് ദ മൊമെന്റ്? I don't think too much invested അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് ഐ തിങ്ക് എനിക്ക് തോന്നുന്നത്, സി അഗെയിൻ വി കനോട്ട് ബി കംപ്ലീറ്റ്ലി ക്ലിയർ ഓൺ വാട്ട് ബോഡീസ് വിഷൻ. എനിക്ക് തോന്നുന്നത് വാട്ട് ഈസ് ട്രൈങ് ടു ഡു ബേസ്ഡ് ഓൺ വാട്ട് he did with the LA Dodgers might be that ഒരു യൂത്ത് സെറ്റപ്പ് അറ്റ് ദ സെയിം ടൈം അക്കാഡമിന്ന് പ്ലെയേഴ്സ് ഒരു പ്രോപ്പർ എന്താ പറയാ getting the players from the academy, integrating them into the first team, at the same time challenge for the league, challenge for the big trophy. So it's not just 3-4 years youth ne develop cheyittu pinne make them set for the bigger trophies. It's both at the same time. Like if you look at City for example, City ഒരു നല്ല മോഡലാണ് ആക്ച്വലി. ശരി, അവിടെ പല യൂത്ത് പ്ലേയേഴ്സും നമ്മൾ കാണാറില്ല, പക്ഷെ കോൾ പാമർ അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്, ഫോർഡനൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് അത്ര അടിപൊളി ഫസ്റ്റ് ടീം പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അവർക്ക് എന്താ നമ്മൾ അത്ര കേൾക്കാത്തതിനെ പറ്റിയിട്ട്. ബട്ട് അവരുടെ സ്ട്രാറ്റജി ഓഫ് ഹാവിങ് എ മൾട്ടി ക്ലബ് സ്ട്രക്ചർ, ഇതൊക്കെയാണ് ഇറ്റ്സ് പേയിങ് ഡിവിഡൻസ് റൈറ്റ് നൗ. സോ മേ ബി ഇൻ റോമൻ എറ നമുക്ക് റോമൻ ബ്രോഞ്ചീസ് വി ആർ ഓൾവേസ് ഇൻഡറ്റഡ് ടു ഹിം. പുള്ളിയോട് കടപ്പാടുണ്ട്. ഓഫ് കോഴ്സ് ഹീസ് മെയ്ഡ് ചെൽസി വാട്ട് ഇറ്റ് ഇസ് റൈറ്റ് നൗ വിത്തൗട്ട് എ ഷാഡോ ഓഫ് എ ഡൗട്ട്. ബട്ട് ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയാൻ പറ്റില്ല, മേ ബി ഒരു സ്ട്രക്ചേർഡ് വേ ഓഫ് എന്താ റണ്ണിങ് എ ഫുട്ബോൾ ക്ലബ് ഓർ വിന്നിങ് ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഹയർ ആൻഡ് ഫയർ ആയിരുന്നു. ആസ് ഇൻ ഒരു മാരത്തനെ കൊണ്ടുവരും, യെസ് പ്ലേയേഴ്സിനെ കൊടുക്കും, ദെൻ വിൽ വിൻ ആൻഡ് ദെൻ വിൽ ഗോ ഡൗൺ, ദെൻ വിൽ ഗെറ്റ് അനദർ മാനേജർ. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. See, ultimately what Boli is trying to do, what I think is, initially നമുക്ക് യെസ് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എന്തുകൊണ്ട് ടൂക്കലിനെ സാക്ക് ചെയ്തു. ബട്ട് നമുക്കിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ മേ ബി ബോളി തോട്ട് ലൈക്ക് യെസ് ഐ എം ഗിവിംഗ് യു ദ പ്ലേയേഴ്സ്, ബട്ട് എനിക്ക് ഓവർ എ പീരിയഡ് ഓഫ് ടൈം വാട്ട് ഐ ഫീൽ ഇസ് എനിക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ലോങ് ടേം ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഡിട്രിമെന്റൽ, റൈറ്റ്? അപ്പം ഒരു വർഷം 2 വർഷം നിങ്ങൾക്ക് ടൈം തന്നിട്ട് എന്താ കാര്യം? എനിക്ക് ആദ്യം വേണ്ടത് എന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളെയാണ്. അപ്പോൾ ഗ്രാം പോട്ടറായിട്ട് സംസാരിച്ചാലും ആസ് അജിത് സെഡ് ബിഹൈൻഡ് ദ സീൻസ് ഓഫ് കോഴ്സ് ദേ വുഡ് ഹാവ് ഹാഡ് ഡിസ്കഷൻസ്. ഗ്രാം പോട്ടർ ഇസ് ഓൾസോ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രൊജക്ട്, ലോങ് ടേം ആണ്. ഗ്രാം പോട്ടറെ പോലെ ഒരു കോച്ചിന് തന്നെ ജോബ് കൊടുക്കണം, ദാറ്റ് മീൻസ് ബോളി ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫോർ ഷോർട്ട് ടേം, ഹി വാണ്ട്സ് ലോങ് ടേം ആസ് വെൽ ആസ് ആൻഡ് ഓൾസോ ദ ഫാക്ട് ദാറ്റ് പുള്ളി പ്ലേയേഴ്സിനെ കൊണ്ടുവന്നത് ഒരു കാരണം, ദാറ്റ് ഓൾസോ മീൻസ് ഈസ് നോട്ട് ദെയർ ജസ്റ്റ് ഫോർ ദ ലോങ് ടേം. ഇഫ് യു നോ വാട്ട് ഐ മീൻ. രണ്ടും ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ബിക്കോസ് വി ക്യാൻ ഡു ബോത്ത്. അതാണ് ഇഫ് വി ജസ്റ്റ് വെയിറ്റ് ഫോർ ദ ലോങ് ടേം, നമ്മൾ എന്താണ് കാർണേനെ മേടിച്ചു, നമ്മൾ ഇന്റർനെ യങ് പ്ലെയറിനെ മേടിച്ചു, അതുകൊണ്ട് മാത്രം കാര്യമില്ല. ബിക്കോസ് അവർ പിന്നെ സെറ്റായി വരുമ്പോൾ ഓൾബിയസ്ലി ഇറ്റ് വിൽ ബി ടൈം. ബട്ട് it's looking at both things, and I think what we need to really have is I think more importantly fansന് പേഷ്യൻസ് വേണം. I think owner would be patient, otherwise he would never go for a manager like Potter. Manager would be patient as well. പോട്ടർ 7 വർഷം സ്വീഡനിൽ വർക്ക് ചെയ്താണ്. സോ അപ്പം he will definitely be patient.
and he's good with the young players. He will have the project in his mind. Fans should be patient with Boli, and maybe your initial 1-2 years suffering ആയിരിക്കും. Maybe it would mean that we might not be challenging for title. That's what I also said. But അത് നമുക്ക് maybe ബിലീവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കുമോ നമ്മൾ ചെൽസി ചാലഞ്ച് ചെയ്യുന്നില്ല ടൈറ്റിലിന്. പക്ഷേ കഴിഞ്ഞ 5 വർഷം എന്താ സംഭവിച്ചത്? കഴിഞ്ഞ 5 വർഷം നമ്മൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് ടൈറ്റിലിന്. ആക്ച്വലി ഒരു ചാമ്പ്യൻസ് ലീഗ് ജയിച്ചു. ആ ചാമ്പ്യൻസ് ലീഗ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ഇല്ല. ജസ്റ്റ് എ യൂറോപ്യൻ ലീഗ് ടൈറ്റിൽ ആൻഡ് an FA Cup and a Conte. That's it. അപ്പം we have to be patient and just understand 1-2 years കഴിഞ്ഞാൽ maybe over the course of next 5-10 years will be regularly challenging for a title and Champions League like what City are doing right now. That's the level we should be aiming for. അപ്പോൾ അതുകൊണ്ട് I think Boli that is what his vision is, or അതാണ് എനിക്ക് തോന്നുന്നത് what he should be aiming for. Since Shyam very well explained, നമ്മൾ ഈ സീസൺ മേ ബി അണ്ടർ പെർഫോമിങ് ആയിരിക്കാം, ഓർ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിനാറിയോക്ക്. അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ജിത്തുവിനോട് ചോദിക്കുകയാണ്, ഈ സീസൺ വേഴ്സ്റ്റ് കേസ് സിനാറിയോ, where do you think we should finish according to you? The least minimum you will accept. ഏതായിരിക്കും പൊസിഷൻ, ഓർ a cup win or a Europa League finish? എങ്ങനെയായിരിക്കും? What would you say is a damage control ഈ ഒരു സീസണിൽ? ജിത്തു മ്യൂട്ടാണ്. Okay. Least would be maybe sixth or fifth. But then obviously my expectation is top 4. Like I believe that top 4 is possible with the squad. Like ഒരു run of games കിട്ടിക്കഴിഞ്ഞാൽ obviously I think we'll get on with it. ഇപ്പോൾ impatient ആവേണ്ട കാര്യം, ഇപ്പോൾ Potter has definitely shown some not massive improvements but slight changes to the game. അത് നമ്മൾ കുറച്ച് ചെൽസി ഫാൻസ് കാണാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് പാസസ്, ടൈപ്പ് ഓഫ് പ്ലേസ്, ടൈപ്പ് ഓഫ് ത്രൂ ബോൾസ്, വിച്ച് ഇസ് ഓൾറെഡി ലൈക്ക് ഇൻ ദ പ്രോസസ് ഓഫ് ബിൽഡിങ്. ബട്ട് ദെൻ കുറച്ച് ടൈം എടുക്കും. ഒബ്വിയസ്ലി ഒരു 2-3 ഗെയിംസ് റൺ, അതിൻ്റെ ഇടയ്ക്ക് ഈ ബ്രേക്ക് വന്ന് നമുക്ക് ഗുണം ചെയ്യുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി വേൾഡ് കപ്പിന്റെ ബ്രേക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു റൺ ഓഫ് ഫോം, പിന്നെ കോച്ചായിട്ടുള്ളൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു സിംഗിൾ പ്ലേയേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വി ക്യാൻ ചാലഞ്ച് ഫോർ ടോപ്പ് 4. വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് ടോപ്പ് 6 ഇഫ് സം ഇഞ്ചുറീസ്, പിന്നെ ആ ഫിനിഷിങ്, ഫൈനൽ തേർഡിൽ ഒരു ഫിനിഷിങ് ഫൈനൽ ബോൾ, അത് ഈവൻ ബ്രൈറ്റണിലാണെങ്കിൽ പോലും ആ ഒരു പാർട്ട് കുറച്ച് മിസ്സിംഗ് ആണ്. പക്ഷെ ബ്രൈറ്റണിലെ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റിയും കൂടെ നമ്മൾ നോക്കണം. ഹി പ്ലേഡ് വിത്ത് വെൽബെക്ക്, മോപ്പായ്, അവരൊന്നും ലൈക്ക് കില്ലർ ഫിനിഷേഴ്സ് അല്ല. ഐ തിങ്ക് വൺസ് ഒബമയാങ് സ്റ്റാർട്ട്സ് ഫയറിംഗ് വിൽ ഗെറ്റ് chances for sure. നമ്മൾ ഫ്രണ്ടിൽ ചാൻസസ് ഉണ്ടാക്കുന്ന 100% sure with this type of play. Attacking is like crazy. Attacking is gonna be like crazy, but then we'll get hit on counters. അത് like we have to be prepared. കൗണ്ടേഴ്സിൽ നമുക്ക് കുറച്ച് ഗോൾസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഏത് ബിഗ് ടീം ആണെങ്കിലും they are prone to counters. അതിപ്പോ ഭയങ്കര വലിയൊരു ഓപ്പൺ സീക്രട്ട് ആണ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് അജിത്, what do you think? What will be your next? I think definitely fourth. ചെൽസിയുടെ കേസിൽ ടോപ്പ് 4 ഇല്ലെങ്കിൽ, UCL ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സീസണിന്റെ ട്രാൻസ്ഫർ വിൻഡോയില് പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അതിന്റെ TV money also big deal. So അങ്ങനെ നോക്കുമ്പോൾ definitely fourth. Like target given to Potter this season. Yeah, and anything below fourth, adane fifth or sixth complete ചെയ്തിരുന്നെങ്കിൽ it be kind of failure. First season failure ആയിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. And ഈ പറഞ്ഞ പോലെ അതിനു മുമ്പ് ഞാൻ യു സ്റ്റാർട്ടഡ് ദ ടോപ്പിക്, സോ I'll just say my opinion as well. എന്റെ അഭിപ്രായത്തിൽ ഈ സീസൺ നമ്മൾ യൂറോപ്പ ലീഗ് അടിക്കണം. കാരണം ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സീസൺ നമ്മൾ യൂറോപ്പ് അടിച്ചിട്ട് അടുത്ത കൊല്ലം ടോപ്പ് 4 ഫിനിഷ് ചെയ്ത് ചാമ്പ്യൻസ് ലീഗ് കളിക്കാം. അല്ല, ചാമ്പ്യൻസ് ലീഗിന് എക്സിറ്റ് അടിച്ചിട്ട് യൂറോപ്പ് ജയിച്ച ചരിത്രം ചെൽസിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നും കൂടി കൺസോളിഡേറ്റ് ചെയ്യാവുന്നത്. അപ്പൊ വാട്ട് വിൽ ബി യുവർ എക്സ്പെക്ടേഷൻ ദിസ് സീസൺ? Yeah, I mean, top 4 definitely, Ajit പറഞ്ഞ correct ആണ്. Top 4 is like a minimum for Chelsea.
Top 4, I mean, because we need to attract even more players. നമുക്ക് ഇനി റീബിൽഡ് ഉണ്ട്, ഇനി നമുക്ക് of course TV money and all that stuff, and top 4 is a minimum. But ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഭയങ്കര പെക്യുലർ ഇയർ ആണ്, ആക്ച്വലി സീസൺ ആണ്. ഒരു വേൾഡ് കപ്പ് ഉണ്ട് മിഡിലിൽ, ഇഞ്ചുറീസ് വരാൻ പറ്റും, മാനേജർ ചേഞ്ച്, യുണൈറ്റഡ്, ആർസണൽ, ചെൽസി, സ്പേഴ്സ് ഒക്കെ ഒരു ട്രാൻസിഷൻ പോലെയാണ്. ഐ തിങ്ക് സ്പേഴ്സ് വർ ലുക്കിംഗ് ദ മോസ്റ്റ് സെറ്റിൽഡ്. ആർസണൽ ഇപ്പോൾ ഏറ്റവും നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. സോ ഇൻ ദാറ്റ് സിനാരിയോ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് വെൻ യു സേ ദാറ്റ് വി കാൺ മിസ് ഔട്ട് ഓൺ ടോപ്പ് 4, ഐ തിങ്ക് ലിവർപൂൾ ആർ ഡെഫിനറ്റ്ലി ഇൻ ദ കോൺവെർസേഷൻ. അവിടെ ഫോം നോക്കണ്ട, അവർ എന്തായാലും ഒരു സെക്കൻഡ് തേർഡ് ഒക്കെ ആയിരിക്കും. സ്പേഴ്സ്, യുണൈറ്റഡ്, ആർസണൽ, ചെൽസി തമ്മിലായിരിക്കും 2 പൊസിഷൻസ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമുക്ക് വി കനോട്ട് സിംപ്ലി റൂൾ ഔട്ട് ദ ഫാക്ട് ദാറ്റ് വിൽ ബി ഗ്യാരണ്ടീഡ് ഓർ വി ആർ എ ഷൂ ഇൻ ഫോർ ദ ടോപ്പ് 4. ബട്ട് even if we don't get top 4 and for some reason നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഔട്ടായി, ഗ്രൂപ്പ് സ്റ്റേജിൽ ഔട്ടായി, and even if we don't win the Europa, ഞാൻ വേഴ്സ്റ്റ് കേസ് തരാനേ പറയണം, if we don't win a trophy, ultimately നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ how is the football on the pitch. ആ ഫുട്ബോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, പോട്ടറിന്റെ ഐഡന്റിറ്റി കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? ബിക്കോസ് ഒരു സീസണിന്റെ എപ്പോഴും 2-3 ഹാഫ്സ് ഉണ്ട്, 2-3 ഫേസസ് ഉണ്ടാവുമല്ലോ. മേ ബി ആഫ്റ്റർ ദ വേൾഡ് കപ്പ് ആയിരിക്കും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണത്, മേ ബി ലാസ്റ്റ് 10 ഗെയിംസ് ആയിരിക്കും നമുക്കത് കാണാൻ പറ്റുന്നത്. സോ ഐ ടെസ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. സോ ഐ എം സെയിങ് ദിസ് സീസൺ എനിക്കറിയാം ഡിഫിക്കൽട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാണ്ട്, ടോപ്പ് 4 ഇല്ലാണ്ട്, ട്രോഫി ഇല്ലാണ്ട് ഒരു മാനേജർ സാക്ക് തന്നെയാണ്. ബട്ട് ഐ എം സെയിങ് ഗിവ് പോട്ടർ ടൈം. അൺലെസ് അത്രയ്ക്കും അതവധിച്ച് നമ്മൾ നമ്മൾ ഡീറ്റോറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, റട്ടിലാണ്, വിച്ച് വി ഡോണ്ട് വാണ്ട് ടു തിങ്ക് അബൌട്ട്. ബട്ട് ഐ എം സെയിങ് ദാറ്റ് ഈസ് ദ ഓൺലി, ഓർ മേ ബി ബോലി ഫീൽസ് ലൈക്ക് പോട്ടറെ കൊണ്ട് രക്ഷയില്ല, പോട്ടറും ഓൾമോസ്റ്റ് വിത്തൗട്ട് ഐഡിയാസ് തോന്നുന്നു. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ ഹാപ്പൻ ദ ഫസ്റ്റ് സീസൺ ഇറ്റ് സെൽഫ്. ഫസ്റ്റ് സീസൺ നമുക്ക് കുറച്ച് ടൈം കൊടുത്തേ പറ്റുള്ളൂ, റെസ്പെക്ട് ഓഫ് ദ റിസൾട്ട്. ആൻഡ് ഇഫ് യു ക്യാൻ സീ ദ റിസൾട്ട് ഓൺ ദ പിച്ച്, ദെൻ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദാറ്റ്. ബിക്കോസ് നമ്മൾ പറയാറില്ല, ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തിട്ടായിരിക്കും മേ ബി 2 steps ഫോർവേഡ് എടുക്കേണ്ടത്. മനസ്സിലായി? ഡോണ്ട് ജസ്റ്റ് തിങ്ക് അബൌട്ട് ട്രോഫീസ്. മേ ബി വി മൈറ്റ് വിൻ ആൻ FA കപ്പ്, ബട്ട് ആ ഫുട്ബോൾ മേ ബി പെത്തറ്റിക്, ഒരു ഇമ്പ്രൂവ്മെന്റും ഉണ്ടാവില്ല. സോ വാട്ട്സ് ദ യൂസ് ഇൻ ദി എഫക്ട്? നമുക്ക് ട്രോഫീസ് ഇല്ലാത്തതില്ലല്ലോ, വി ഹാവ് വോൺ ഇറ്റ് ഓൾ അല്ലേ? Chelsea have won it all. അപ്പോൾ ട്രോഫീസ് നമ്മൾ കാണാത്തൊന്നുമല്ല. വാട്ട് വി നീഡ് ഇസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ഐഡന്റിറ്റി ആൻഡ് ഫോർ സ്റ്റെപ്പ് ഫോർവേഡ് ആക്ച്വലി. അപ്പം ദാറ്റ്സ് വാട്ട് ഐ എം തിങ്കിങ്. ബട്ട് ടോപ്പ് 4 ഇസ് മിനിമം. യെസ്, ടോപ്പ് 4 ആണ് മിനിമം എയിം ചെയ്യേണ്ടത്. ബട്ട് ഹോപ്പ് വി ഗെറ്റ് ദാറ്റ്. ബട്ട് ഐ എം ലുക്കിംഗ് മോർ ഇൻ ടു ദ ഇംപ്രൂവ്മെന്റ് ഓൺ ദ പിച്ച് ആക്ച്വലി, ഇൻ ഓൾ റെസ്പെക്ട്. മോശം, അടിപൊളി ആൻസർ ആയിരുന്നു. കുറെ ഡയലോഗുകളും ഉണ്ടായി. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് വെൽക്കം ഹഫി ടു ദ ഫൈനൽ ബിറ്റ് ഓഫ് ദ സ്ട്രീം. നമ്മൾ ആക്ച്വലി ഹൂ ഡിഡ് വി പ്ലേ അഗൈൻസ്റ്റ്? നമ്മുടെ വേറെ പേര് സാൽസ്ബർഗ്. സാൽസ്ബർഗ് കളി കഴിഞ്ഞിട്ട് ആക്ച്വലി നമുക്ക് വി ഡിഡ്ന്റ് ഹാവ് എ പ്രോപ്പർ പോസ്റ്റ് മാച്ച് ഡിസ്കഷൻ. അപ്പൊ അതില് ലെറ്റ്സ് ബ്രീഫ്ലി ഗെറ്റ് ഇൻ ടു ദാറ്റ് മാച്ച്. ആൻഡ് എല്ലാവരുടെ ഞാൻ ചോദിക്കാം, വാട്ട് കുഡ് ദാറ്റ് വൺ particular change have been that Potter maybe to a starting lineup or match in the daily, what is that one thing that could have resulted in us winning the game? Hafi, what is according to you that എന്തായിരുന്നു ആ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ what would you have changed? Because it was a very close game, we could have very well won that game with a couple of goals. അപ്പോൾ what do you think should have changed? I believe Potter is like very rushed into this game എന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ I don't think that he had enough time to prepare for the game, and he was just getting to know the squad. കാരണം he's new to the club, he's new to the entire system. അപ്പോൾ he's got to know the players inside out, and പ്ലേയേഴ്സിന്റെ പെർഫോമൻസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് മൂപ്പര് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ മൂപ്പരുടെ ടീം സെലക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ. സോ I don't think he had enough time with his selection and everything. പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹിസ് ലൈനപ്പ് വാസ് എ ബിറ്റ് ഓഡ്. കാരണം നമ്മൾ പലരും എക്സ്പെക്ട് ചെയ്യാത്ത പ്ലേയേഴ്സും ചെയ്യാത്ത ഫോർമേഷനൊക്കെ തന്നെയായിരുന്നു കണ്ടത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ബി സ്റ്റിക്കിംഗ് ടു ദിസ് ഫോർമേഷൻ. ഹി വുഡ് ബി ഡെഫിനറ്റ്ലി മേക്കിംഗ് ചേഞ്ചസ്, ആൻഡ് we could see players like Loftus-Cheek and Gallagher getting more roles, and especially Armando Broja. So I think ഒരു എന്താ പറയാ, വന്ന് കേറിയ സ്ഥിതിക്ക് ആളൊന്ന് എന്താ പറയാ കൂട്ടത്തിലൊരു പ്രോപ്പർ മിക്സ്, അതായത് ഒരു മിക്സ് ഓഫ് എക്സ്പീരിയൻസ്, മിക്സ് ഓഫ് പെർഫോമൻസ് വൈസ് നല്ല പ്ലേയേഴ്സിനെ നോക്കി സെലക്ട് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. It did not work out honestly, like it did not end up giving us all 3 points, but still it wasn't a bad start. കാരണം ഒരു ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു മാനേജർ കുറച്ച് നാൾ മുന്നേ ക്ലബ്ബിൽ വന്നിട്ട് ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ I think it's nothing to be worried about, or it doesn't create a panic situation for us Chelsea fans. So I think that's it about the
Ajit, Potter's what do you think? എന്തായിരിക്കും? Do you think there were more positives than negatives, അല്ലെങ്കിൽ was it the other way around? Or how do you analyze that game? Honestly, more positives than negatives. The way we were playing football, the way we were passing, and especially Sterling giving those inside balls, and Cucurella also playing a very important pivotal role, playing those balls to the center. And Kovacic ഒക്കെ മരണ ഓട്ടായിരുന്നു. Kovacic is on mad, ഒരു മാഡ് മാൻ പോലെ ഓടുണ്ടായിരുന്നെ. ഈ ഒരു വിഗർ ടൂക്കലിന്റെ ലാസ്റ്റ് ടൈംസിലൊന്നും കണ്ടിരുന്നില്ല പ്ലേയേഴ്സിൽ. സോ ഐ ഫെൽറ്റ് there was a lift among many players, like many underperforming players. Even Jorginho was playing pretty well. One thing which I would say is probably Aubameyang on the team will integrate ആവാനുണ്ട്. He's playing through pain എന്നൊരു സംശയമുണ്ട്. Even in the interview he was saying that ഒരു discomfort feel ചെയ്യുന്നുണ്ട് playing with the mask. Apo if Oba had been on his point, we would have definitely scored one more goal. കാരണം ചാൻസസ് ഉണ്ടായിരുന്നു ആ കളിയില്. ആൻഡ് സ്റ്റേർലിംഗ് ഓബയുടെ കയ്യിൽ നിന്നാണ് ബോൾ പോയിട്ട് സ്റ്റേർലിംഗ് സ്കോർ ചെയ്തത്. അതും ഓബയുടെ ഗോൾ ആവേണ്ടതായിരുന്നു. ആൻഡ് അനദർ തിങ് ഇസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഐ തിങ്ക് പോട്ടർ ഷുഡ് ഹാവ് ടേക്കൺ ഓഫ് ആസ്പി. ആസ്പി വാസ് കുറച്ച് നമുക്കറിയാം പേസിന്റെ കാര്യത്തിൽ ആസ്പി ഇത്തിരി പുറകോട്ടാണ്. ദാറ്റ് പ്രോബബ്ലി കോസ്റ്റഡ് us the game. കാരണം ആ ഒരു സൈഡിൽ നിന്നാണ് ഗോളും വന്നത്. തിയാഗോ സിൽവാസ് മിസ്റ്റേക്ക്, ബട്ട് എന്നാലും if Koulibaly was there, maybe that could have been we could have prevented that goal from going in. Apo maybe the substitutions again, നോക്കുകയാണെങ്കിൽ the timing was right, but he took off the wrong players, I felt. And again, he's trying to give opportunities to players like Pulisic. He's the one who's got to prove the world wrong. Apo it's better that he takes his chances, കാരണം otherwise even this manager wouldn't trust him. Correct, well done. അപ്പോൾ എനിക്ക് ഒരു കാര്യം തോന്നിയത്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ one thing that the manager should have changed is ഓബയുടെ കാര്യത്തിൽ മാത്രമാണ്. ബിക്കോസ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ വെൻ ഹി കംസ് ഔട്ട് ഇൻ ദ പ്രസ് കോൺഫറൻസ് പോസ്റ്റ് മാച്ച് ആൻഡ് സെസ് ഞാൻ ഫിറ്റ് ആയിരുന്നില്ല, ദാറ്റ് ഷോസ് അത് മാനേജറിന്റെ മിസ്റ്റേക്ക് ആയിട്ട് തന്നെ പറയണം. ബിക്കോസ് അത്രക്കും ഡയർ സിറ്റുവേഷൻ ആയിരുന്നില്ല. വി ഹാഡ് ഓൺലി ലോസ്റ്റ് 1 ഗെയിം ഇനിയും, ആൻഡ് ദിസ് വാസ് എ ഹോം ഗെയിം അഗൈൻസ്റ്റ് സാൽസ്ബർഗ്. അങ്ങനത്തെ ഗെയിമിൽ ബ്രോയനെ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു, ഇഫ് യു ആസ്ക് മീ ദാറ്റ് വൺ പോയിന്റ്. ജിത്തു, ഡു യു അഗ്രി? പറഞ്ഞ പോലെ നമ്മളൊക്കെ പണ്ട് സ്ട്രൈക്കേഴ്സ് ആയിട്ട് ബിക്കോസ് ഫസ്റ്റ് ഗെയിമിൽ തന്നെ പുള്ളി ഒരു ലൈക്ക് ഭയങ്കര ഔട്ട് ഓഫ് ഫോം പോലെ കളിച്ചത്. പിന്നെ കുറച്ച് സേഫ് ആയിട്ട് കളിക്കണ പോലെ തോന്നി. യൂഷ്വലി ഓബ ലൈക്ക് ഭയങ്കര സ്പ്രിന്റ് ചെയ്ത് ലൈക്ക് ബോൾ ആ മൂവ്മെന്റ് ഒക്കെ ഭയങ്കര പുള്ളിയുടെ അടിപൊളിയാണ്. പക്ഷെ എന്തോ ഡിസ്കംഫർട്ട് കളി കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലാവണ്ടായിരുന്നു. പുള്ളി ഒരു സേഫ് സൈഡ് കളിക്കണ പോലെ എനിക്ക് തോന്നി പുള്ളി. പിന്നെ വൺ തിങ് ഐ നോട്ടീസ് ഇസ് ലൈക്ക് വി കുഡ് ഹാവ് വൺ ബൈ ലൈക്ക് 2 goals. ആഫ്റ്റർ സ്കോറിംഗ് ഫസ്റ്റ് ഗോൾ വി ടുക്ക് എ സ്റ്റെപ്പ് ബാക്ക്. വി ട്രൈ ടു കൺട്രോൾ ദ ഗെയിം with possession and playing safe. അപ്പോൾ നമ്മൾ വിചാരിച്ചു like we could have like control the game easily and win it like 1-0. ഒരു like we definitely had the control, but then ആ ഒരു unfortunate tackling അങ്ങനെ ഒരു ഗോൾ വന്നത് തിയാഗോ സിൽവ. he tackled it well, but then unfortunately അത് ഓപ്പോസിഷൻ പ്ലെയറിന്റെ തട്ടി അവന് കിട്ടി. അപ്പൊ like അതൊരു ലൈക്ക് സക്കർ പഞ്ച് ഗോൾ പോലെയാണ് എനിക്ക് തോന്നിയത്. ലൈക്ക് എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ അങ്ങനെ ഒരു പൊസിഷനിൽ. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഒന്നും അല്ല സാൽസ്ബർഗ് നടത്തിയത്. നമ്മള് വി ആർ നോട്ട് ലൈക്ക് ബ്രീത്തിങ് ഹാർഡ്ലി ആൻഡ് ഡിഫെൻഡിങ് ഫോർ അവർ ലൈഫ്. ഇറ്റ് വാസ് ലൈക്ക് പ്രിറ്റി മച്ച് ഇൻ കൺട്രോൾ ഇറ്റ് സെൽഫ്. ആ ഒരു സക്കർ പഞ്ച് ഗോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ലൈക്ക് മേ ബി 8 on 10 പെർഫോമൻസ് ആയിരുന്നു. ഇംപ്രൂവ്മെന്റ് വൈസ് ആണെങ്കിൽ നമുക്ക് വി കുഡ് സീ ലൈക്ക് വെരി നൈസ് അറ്റാക്സ്, വെരി നൈസ് മൂവ്മെന്റ്സ്. ആ ഒരു ലൈക്ക് കില്ലർ ഫിനിഷിംഗ് പാർട്ട് ഇനിയും വരാനുണ്ട്. അത് ഒരു സിങ്ക് കിട്ടിക്കഴിയുമ്പോൾ ഒബ്വിയസ്ലി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്യാം ബ്രോ, വാട്ട് ഈസ് യുവർ അസസ്മെന്റ്? എങ്ങനെയായിരുന്നു കളീനെ കണ്ടത്? ബ്രോ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് കളി ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു കണ്ടത്. പിന്നെ ഫസ്റ്റ് ഗെയിം അണ്ടർ പോട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പുതിയ ഇറയാണ്. അപ്പം എന്താ പറയുക, ഒരു ടു ബി ഓണസ്റ്റ് ഞാൻ മേ ബി അത് കളി കണ്ട ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലാണ് ഇതാണെന്ന് അറിയില്ല. എനിക്ക് അങ്ങനെ ഭയങ്കര ഡിഫറൻസ് തോന്നിയില്ല ഫ്രം ടൂക്കിൾസ്. You were at the stadium അല്ലേ? കറക്റ്റ്.
കറക്റ്റ്. ഐ വാസ് അറ്റ് മാത്യു ഹാഡിങ് ലോവർ എൻഡ്. മാത്യു ഹാഡിങ് ലോവർ എൻഡിലായിരുന്നു ഏറ്റവും വോസിഫറസ് അല്ലെങ്കിൽ ഏറ്റവും എന്താണ് വോക്കൽ ഫാൻസിന്റെ കൂടെ ആയിരുന്നു. മേ ബി ആ ഒരു ഓളത്തിലായതുകൊണ്ട് നമ്മൾ പകുതി നേരം തെറിവിളിയായിരുന്നു പ്ലേയേഴ്സിനെയൊക്കെ. കാരണം അല്ല അത് വേറൊന്നുമല്ല, ലൈക്ക് അതാ ഞാൻ പറഞ്ഞത്, മേ ബി അത് ഒരു എനിക്കൊരു ഡിഫറെന്റ് വൈബാണ് തോന്നിയത്. സ്റ്റാർട്ടിങ് നല്ല ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു, ബട്ട് അതെന്താന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ മാനേജർ ആയതുകൊണ്ട് ഇന്റൻസിറ്റി ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമ്മൾ കുറെ തവണ കണ്ടിട്ടുണ്ട്. ബട്ട് അതിലെനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം വെച്ചാൽ വീണ്ടും സെയിം ഓൾഡ് പ്രോബ്ലംസ് തന്നെ. അതിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പോട്ടറിന്റെ ഫസ്റ്റ് ഗെയിമാണ്. ഹീസ് ഹാഡ് എ ടൈം ടു വാട്ട് ഇസ് ഇംപ്ലിമെന്റ് ഹിസ് ഫിലോസഫി ഐഡിയാസ് ആൻഡ് ഓൾ. അപ്പം കുറച്ചൊരു ലീവേ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ മിറാക്കിൾ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ എന്നാലും എനിക്ക് മോർ ദ സെയിം ഓഫ് വാട്ട് വാസ് ദെയർ. അതായത് പ്ലേയേഴ്സ് സെയിം തന്നെയാണല്ലോ എന്ന് പറഞ്ഞാലും. അപ്പോൾ അതിൽ സെയിം ഡിഫിഷ്യൻസീസ് ഉണ്ട്. ഒബയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒബ ഡെഫിനറ്റ്ലി ഈ ഷുഡന്റ് ഹാവ് സ്റ്റാർട്ടഡ് ഒബ. He could have started Broja because Broja വന്നിട്ട് ഇന്റൻസിറ്റി ചേഞ്ച് മനസ്സിലായി. Broja was everywhere. He was like the focal point, reference point ആയിരുന്നു. ഭയങ്കരമായിട്ട് ഫിസിക്കൽ ആയിരുന്നു. പിന്നെ സ്റ്റേർലിംഗ് ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് എന്ന രീതിയിൽ പറഞ്ഞാലും സ്റ്റേർലിംഗ് ഒരു വിങ്ങർ പോലെ തന്നെയായിരുന്നു. ഹി വാസ് ഓക്യുപ്പൈങ് ദ വിത്ത് കംപ്ലീറ്റ്ലി. ബാക്കി ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെയായിട്ടാണ് തോന്നിയത്. കോവാച്ചിച്ച് നല്ലതാണ് കളിച്ചു, അത് സ്ഥിരം കളിക്കാറുണ്ട്. പിന്നെ പക്ഷെ നമ്മളൊരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ആ ഒരു ഇത് പോകും. എന്താ പറയുക, നമുക്ക് കൂടുതൽ ഫിയർഫുൾ ആണ് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ. വി ആർ ലൈക്ക് വൺ ഓഫ് ദോസ് ടീംസ് ലൈക്ക് ഇപ്പൊ ഫിഫയിൽ കളിക്കുന്ന പോലെ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അടുത്ത നെക്സ്റ്റ് മിനിറ്റ് അടുത്ത ഗോൾ വരും, അങ്ങനെ വഴങ്ങും. അങ്ങനത്തെ ഒരു ഇതാണ് ടീമാണ് നമ്മൾ. അപ്പൊ ലെറ്റ്സ് ഗിവ് ഹിം ടൈം. ഐ തിങ്ക് എനിക്ക് ഭയങ്കര ചേഞ്ചസ് ഒന്നും തോന്നിയില്ല. സെയിം ഓൾ പ്രോബ്ലംസ്, ഫൈനൽ തേർഡിൽ ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് ടീം സെലക്ഷൻ ഉണ്ട്. ഇപ്പൊ എനിക്ക് വേണം ടൂക്കിൾ ഫസ്റ്റ് ടൈം പുള്ളി വന്നപ്പം അങ്ങേര് ഫസ്റ്റ് ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്ത ആസ്പിനെയും അലോൺസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ ഐ തിങ്ക് പോട്ടർ വാസ് ഓൾസോ ട്രൈങ് ടു സ്റ്റാർട്ട് ദ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ഫസ്റ്റ്. അപ്പം I don't think this is his team. He will definitely make some changes, but he will need time as well. So let's see. അതാണ് എൻ്റെ തോട്ട്സ് ഓഫ് ദ ഗെയിം. ടു ബി ഓണസ്റ്റ് ഐ വാസ് ഡിസപ്പോയിന്റഡ്, ബട്ട് ആ ഒരു ആംബിയൻസും ഇതും ഇതായിരുന്നു. പിന്നെ ഫൈനലി പ്ലേയേഴ്സിനൊക്കെ ബൂ ചെയ്തായിരുന്നു. അത് നിങ്ങൾ കേട്ടോന്ന് അറിഞ്ഞില്ല ഫാൻസ് ഒക്കെ. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് നോട്ട് അഗൈൻസ്റ്റ് പോട്ടർ, ബട്ട് സെയിം ഓൾഡ് സ്റ്റോറി തന്നെയാണല്ലോ. ബ്രിഡ്ജിൽ നമ്മൾ സോൾസ്ബർഗ് ആയിട്ട് ഡ്രോ പിടിക്കാൻ ഇറ്റ്സ് ലൈക്ക് എ ലോസ് ഫോർ us. So let's see what happens. Hope we see some better. Yeah. But to a stadium going viewer, it was disappointment. ഡെഫിനറ്റ്ലി ഡിസപ്പോയിന്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് കുറെ ബൂസ് ഉണ്ടായിരുന്നു. പിന്നെ അത് പോട്ടറിന്റെ അഗൻസ്റ്റ് അല്ല, ആരും പോട്ടറിന്റെ അഗൻസ്റ്റ് എനിക്ക് തോന്നിയില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് സെയിം ഓൾഡ് പ്ലേയേഴ്സ്. പിന്നെ ലാസ്റ്റ് വന്നത് നമ്മുടെ ഫേവറേറ്റ് പ്ലേയേഴ്സ് ആണല്ലോ. സിഎച്ചും പുലിസിച്ചും ഒക്കെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് പ്ലേയേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി സിഎച്ചിന് നല്ല 2 ചാൻസും കിട്ടി. അതിൽ ഒരു ചാൻസ് ഡെഫിനറ്റ്ലി 3 ചാൻസ് കിട്ടി. അതിൽ ഒരു ചാൻസ് ഡെഫിനറ്റ്ലി അത് കീപ്പറിന്റെ സേവ് എന്നും പറയാൻ പറ്റില്ല. ഐ മീൻ okay, we don't need to go over that, but still there's some players who the fans really don't care about or can't relate to. അപ്പൊ അവരെ തന്നെ ആ ഡെഡ് വുഡിനെ റിമൂവ് ചെയ്യണം. അത് so let's see. I mean there's a lot of work to be done. Yeah, I mean ഈ സീസണിലെ സമ്മർ it was about removing a lot of dead woods. I think we completed a lot. Correct. Yes, definitely. ആ കാര്യത്തില് ബോർഡിനെ നല്ല രീതിയിൽ ക്ലബ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ബാർക്ലിയുടെ കോൺട്രാക്റ്റും കീറിക്കളഞ്ഞുള്ള ക്ലബ്ബാണ്. അപ്പൊ so we need to appreciate the board for that, but yeah, it's still a work in progress. So I think if we were to name this particular episode, I would say it's a work in progress. നല്ല രീതിയിൽ സമ്മപ്പ് ചെയ്തു. And I would say we got rid of Barkley. അതന്നെ ഞാൻ പറഞ്ഞേ. അപ്പോ നമ്മള് we are moving towards the end of the segment. അപ്പൊ അതില് I'll just ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ വിമൻസ് ഫുട്ബോൾ കണ്ടു തുടങ്ങിയത് when I listen to a lot of podcasts. അവർ ഈ പറഞ്ഞ പോലെ തീരാറാവുമ്പോ ജസ്റ്റ് ഒരു 2 ലൈൻ അനാലിസിസ്, എന്താണ് സംഭവിച്ചത്, ആരാ ഗോൾ അടിച്ചത്, വാട്ട് വാസ് ദ ഗെയിം ലൈക്ക് എന്നുള്ളത്. അപ്പോൾ ഐ എം ജസ്റ്റ് സമ്മറൈസിങ് ദ സീസൺ ഓപ്പണർ ദാറ്റ് വി പ്ലേഡ് അഗൈൻസ്റ്റ് ലിവർപൂൾ. അറിയില്ലെങ്കിൽ ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ലിവർപൂൾ എന്ന് പറഞ്ഞ ടീം WSL പ്രൊമോഷൻ കിട്ടി വന്ന ഒരു ടീമാണ്. ആൻഡ് ആ ടീമിന് അഗൈൻസ്റ്റ് ആണ് നമ്മൾ ചാമ്പ്യൻസ് ആയ ചെൽസി തോറ്റത്. അപ്പോൾ എവിടെന്നെങ്കിലും ഇച്ചിരി സമാധാനം കിട്ടും എന്ന് വിചാരിച്ച് കണ്ട കളിയാണ്. നമ്മൾ ആക്ച്വലി ഹഫീനെ ആഡ് ചെയ്യാം. ഹഫീ ഞാനും സംസാരിച്ചുകൊണ്ട് കളി കാണുമായിരുന്നു. അപ്പോൾ വി വർ പ്രിറ്റി ഡോമിനന്റ് ഇൻ ദ ഫസ്റ്റ് ഹാഫ്. ഒരു രക്ഷയില്ലായിരുന്നു എങ്ങനെയാണ് ഈ 3 ഡിഫൻഡേഴ്സിനെ കടന്നത്. നമ്മുടെ 3 സെന്റർ ബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഹാവിങ് ജോൺ ടെറി, മാർസൽ ഡെസായി ആൻഡ് തിയാഗോ സിൽവ പ്ലേയിങ് ഇൻ ദ സെയിം ടീം. അത്രയും ഹൈ പ്രൊഫൈൽ ടീമാണ് നമ്മളുടെ. ബട്ട് സ്റ്റിൽ വി മാനേജ് ടു ലൂസ് ദാറ്റ് ഗെയിം. എനിക്ക് തോന്നുന്നു നേരത്തെ ജിത്തു പറഞ്ഞ പോലെ തന്നെ ലിവർപൂൾ ഡിഡ്ന്റ് ഡോമിനേറ്റ് ദ ഗെയിം, നൈദർ ഡിഡ് ചെൽസി. ബട്ട് ജസ്റ്റ് 3 പെനൽറ്റീസ് ആയിരുന്നു ഗെയിമിൽ. അതിൽ 2 ലിവർപൂളിനാണ് കിട്ടിപ്പോയത് എന്നുള്ള ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റിലൂടെ നമ്മളുടെ ഫസ്റ്റ് മാച്ച് നമ്മൾ തോറ്റുകൊണ്ടാണ് തുടങ്ങിയത്.
പക്ഷെ അതിലൊരു പോസിറ്റീവ് എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ ഒരു കളിയെ ജയിച്ചിട്ടുള്ളൂ ഓപ്പണിംഗ് ഡേയില്. ആൻഡ് ദ ലാസ്റ്റ് ടൈം വി ലോസ്റ്റ് ദി ഓപ്പണിംഗ് ഗെയിം വി വെന്റ് ഓൺ ടു വിൻ ദ ലീഗ്. അപ്പോ തോക്കാണെങ്കിലും അതൊരു പോസിറ്റീവ് തോൽവിയാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കളി അവസാനിപ്പിച്ചത്. ഹഫി, ഹൗ ഡു യു അനലൈസ് ദ ഗെയിം? എന്തെങ്കിലും ഒരു സന്തോഷം. ഈ പറഞ്ഞ പോലെ ഞാൻ സ്ട്രീം കണ്ടു തുടങ്ങിയപ്പോൾ വി വർ ടോക്കിംഗ് അബൌട്ട് ഹൗ വി ആർ ലൈക്ക് ഡിറ്റാച്ച്ഡ് വിത്ത് ദ ക്ലബ്. നമുക്ക് ഐഡന്റിറ്റി ക്രൈസിസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ഒരു ഡിറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്ന സമയത്തായിരുന്നു ഈ മാച്ച് വന്നത്. ആൻഡ് ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ഗെയിം ബിക്കോസ് ഫസ്റ്റ്ലി ലിവർപൂൾ ആർ ലൈക്ക് ന്യൂലി പ്രൊമോട്ടഡ് ടു ദ WSL. അപ്പോൾ ഓബ്വിയസ്ലി ന്യൂലി പ്രൊമോട്ടഡ് എന്ന് പറയുമ്പോൾ അത്ര ഇന്റൻസിറ്റി എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ. ആൻഡ് യുനോ സെക്കൻഡ് മിനിറ്റിൽ തന്നെ ഗോൾ കയറിയപ്പോൾ ഐ വാസ് തിങ്കിങ് ലൈക്ക് ഓക്കെ ദിസ് വിൽ ബി a blockbuster win. And അത് മാത്രമല്ല ടീം വാസ് പ്ലേയിങ് വെരി വെൽ. at the back we were sorted. Like it looked like we were sorted for ages. കാരണം അത്രയും ഒരു എന്താ പറയാ പെട്ടെന്ന് ജെല്ലായ ഒരു ബാക്ക് ലൈൻ തന്നെ ആയിരുന്നു നമ്മുടേത്. ഐ മീൻ അങ്ങനെയായിരുന്നു തോന്നിയത്. ബട്ട് എന്തുകൊണ്ടോ തിങ്സ് വെന്റ് അഗൈൻസ്റ്റ് our way and ആ ഒരു സന്തോഷം സമാധാനം ഒക്കെ അവിടെ നഷ്ടപ്പെട്ടു എന്നാണ് പറയാൻ. ബട്ട് ഇപ്പം മുന്നത്തെ സീസൺസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഐ തിങ്ക് ദ ലാസ്റ്റ് 2 times Chelsea lost the opening fixture, we went on to win the league. So there's nothing to be panic, to be tensed about. But ചില പ്ലേയേഴ്സിന്റെ റോൾസ് കുറച്ച് എന്താ പറയാ കൺസേൺ, ലൈക്ക് me being following Chelsea women for a long time, ചില പ്ലേയേഴ്സിന് ഇപ്പൊ ഫ്രാൻ കർബിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഫ്രാൻ കർബി വാസ് ഗിവൺ എ പ്ലേ മേക്കർ റോൾ rather than a proper attacker role. And ആ ഒരു കാര്യം that was concerning me. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻ കർബി is a player who thrives on in front of goal. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ we could have used Fran Kirby's attacking instincts there rather than depending on Sam Kerr solely. So ആ ഒരു കൺസേൺ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് എമ്മ ഹൈസ് ആണ്. ഷീ ഈസ് ദ ബെസ്റ്റ് ഇൻ ദ ബിസിനസ്. ഷീ നോസ് ഹൗ ടു മാനേജ് ദ ടീം വെൽ. സോ ഒരു പേടി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ഐ ഹോപ്പ് വി കം അപ്പ്. So I think that is cue for us to stop. ഇത് എൻ്റെ ഫാമിലി ഒരു വജ്രായുധമാണ്. സോ we've had a very brief and very എന്താ പറയാ നല്ല കുറെ ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റിയ ഒരു ഡിസ്കഷൻ. So thank you all for joining, and this has been the Blue Boys of West London. Very fortunate ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന് കൗബോയ്സ് ലണ്ടൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ തുടങ്ങിയ ഒരു സ്ട്രീമാണ് ബ്ലൂ ബോയ്സ്. അപ്പോ അതിന്റെ ഫോർച്ചുനേറ്റ് ആണോ അൺഫോർച്ചുനേറ്റ് ആണോ എന്നൊക്കെ നമുക്ക് വരും വീക്കിൽ കാണാം. സോ എന്റെ ലാപ്ടോപ്പ് തല്ലി പൊളിക്കുന്നതിന് മുമ്പ് ടാറ്റ ബൈ പറ. ബൈ ലൈവാടാ.